Yes, okay. Your post now. ഓക്കെ, താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPSന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1896 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നത് ഡോക്ടർ രാജേശ്വരി CL ആണ്. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടർ രാജേശ്വരി നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ അടുത്ത സമയത്തും നമുക്ക് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഡോക്ടർ എത്തിയിരുന്നു. ഡോക്ടർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. മരടിലെ ഡോക്ടർ എന്നാണ് ഡോക്ടർ ഇപ്പോഴും അറിയപ്പെടുന്നത്. രാജേശ്വരി ഡോക്ടർ നമ്മുടെ സൂമില് സജീവമായിട്ടുള്ള ദേവൻ ഡോക്ടറുടെ പത്നി കൂടിയാണ്. ഇന്ന് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. IFPHന് വേണ്ടി ഡോക്ടറെ നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ ശരി ഡോക്ടറെ? കേൾക്കാം, കാണാം. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കേസ്, അത് പക്ഷേ വിവിധ കുറെ മെഡിസിൻസ് കൊണ്ടാണ് നമ്മളത് മാനേജ് ചെയ്തത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയത് അന്നത്തെ ആ പേഷ്യന്റിന്, ആ കുട്ടിയുടെ TSH 19.6 ആയിട്ട് കുറഞ്ഞു എന്നാണ്. വീണ്ടും 2 ദിവസം മുമ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്തപ്പോൾ 7.61 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അന്ന് കൊടുത്ത മെഡിസിൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ബാലചന്ദ്രൻ ഡോക്ടറുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മെഡിസിനും പ്ലസ് കാൽക്കേരിയ അയേഡ് 30 സ്പോഞ്ചിയ 200 കൊടുത്തത്. അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് എന്നുള്ളത് തൂജ 1 നേട്രമൂർ 1 രാവിലെയും സാറ് പറയാറുള്ളത് എനിക്ക് തോന്നുന്നു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണെന്ന്. പക്ഷെ ഞാൻ കൊടുത്തത് കണ്ടിന്യൂസ് 3 ദിവസം കൊടുക്കുക. തൂജ 1 6 AM and 6 PM, ദെൻ നേട്രമൂർ 1 10 AM and 10 PM. അങ്ങനെ 3 ദിവസം കൊടുത്തിട്ട് ഞാനന്ന് പറഞ്ഞിരുന്നു ആ കുട്ടി ഒബീസ് ആയിരുന്നു. ആ ഒബീസ് ആയതുകൊണ്ടും പിന്നെ അയഡത്തിന് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നല്ല റിസൾട്ട് ആക്ഷനും ഉള്ളത് കൊണ്ടും കാൽക്കേരി അയഡ് 30 കൊടുത്തു. സ്പോഞ്ചിയ 200 കൊടുത്തത്. സ്പോഞ്ചിയയുടെ നമ്മൾ മെറ്റീരിയ മെഡിക്ക നോക്കുമ്പോൾ ചിലയിടങ്ങളിൽ ചില മെറ്റീരിയ മെഡിക്കയിൽ നമുക്ക് കാണാൻ പറ്റും ഹാർഡ് ഗോയിറ്റർ എന്നുള്ളത്. പക്ഷെ സ്പോഞ്ചിയയുടെ ഒരു സോഫ്റ്റ് ഗോയിറ്റർ എന്നുള്ള രീതിയിലും അത് ഇൻഡിക്കേറ്റഡ് ഫോർ ബോത്ത് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള രീതിയിലുമാണ് ഞാൻ അത് കൊടുത്തത്. അതുകൊണ്ടാണ് നല്ല റിസൾട്ട്. ഇപ്പൊ വീണ്ടും 19.6 എന്നുള്ളതിൽ നിന്നും 7.61 എന്നുള്ള രീതിയിൽ 2 ദിവസം മുമ്പ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. ഇനിയിപ്പോ ആ കുട്ടി അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി 3 മാസത്തേക്ക് ഞാൻ ഇപ്പോൾ ഓരോ കോഴ്സും മെഡിസിൻ കഴിയുമ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു ആദ്യം ഒരു 132 ആയിട്ട് അത് ഷൂട്ടപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 1 മന്ത് എവരി മന്ത് അത് ഞാൻ ചെക്ക് ചെയ്തിരുന്നത്. ഇപ്പോ ഇനി ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് 3 മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആന്റി TPOയും TSTയും ഒക്കെ കൂടിയിരുന്നു. അതുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് സ്ലോലി നമ്മുടെ മെഡിസിനും കൂടി ഡോസ് കുറയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്തിട്ട് ഇനി അടുത്ത ഒരു കേസിലേക്ക് പോവാം. ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം കൂടിയാണ് അത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാക്ടീസിൽ അത് വളരെ പ്രയോജനമുണ്ട്. ഇതൊരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ഈ കുട്ടിക്ക് കൺസീവ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന പെൺകുട്ടിയല്ല. 23 വയസ്സേ ഉള്ളൂ. അതൊരു ദിവസം യാദൃശ്യ നമ്മുടെ ഹരിതകർമ്മ സേനകൾ വരുമല്ലോ, അങ്ങനെ ഒരു ലേഡി വന്നപ്പം എന്നോടൊരു സംശയം ചോദിച്ചാണ്, മാഡം ഇങ്ങനെ എൻ്റെ മോള് ഈ മാസം ചിലപ്പം അങ്ങനെ തന്നെ പറഞ്ഞു കൺസീവ് ആകാൻ അവരങ്ങനെ തയ്യാറായെടുത്തിരിക്കുകയാണ്, ചിലപ്പോൾ അങ്ങനെ ആയേക്കാം, പ്രഗ്നന്റ് ആയേക്കാം. അപ്പൊ ആ കുട്ടി ബെഡിലോട്ട് ബാക്കിലോട്ട് തല ഇടിച്ചു വിടും. ഞാൻ വിചാരിച്ചു അതിനായിരിക്കും മരുന്ന് ചോദിക്കാനായിരിക്കും എന്നോർത്ത്. പക്ഷെ അതല്ല. അങ്ങനെ ആവുമ്പോ എങ്ങനെയാ MRI എടുക്കണം എന്ന് ഡോക്ടർ പറയുന്നു. ഇങ്ങനെ നമ്മള് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തില് MRI എടുത്താൽ എങ്ങനെയാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്
MRI നമുക്ക് എടുക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല. തന്നെയുള്ള നമ്മുടെ കേസും അല്ല. ഞാൻ പറഞ്ഞ MRI എടുക്കാതിരിക്കാൻ സാധിക്കത്തില്ല. എന്തെങ്കിലും ക്ലോട്ടുകളോ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് MRI എടുക്ക്, ബാക്കിയുള്ള കാര്യം അടുത്ത സാഹചര്യത്തിലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ലേഡി എന്നോട് കഥയൊക്കെ പറഞ്ഞു. 23 വയസ്സാണ് കുട്ടിക്ക്, 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയപ്പം ആദ്യത്തെ പ്രഗ്നൻസിയിൽ 5ാം മാസമായപ്പോൾ സ്കാൻ ചെയ്തു. 3rd മന്തിൽ ഒന്നും കണ്ടില്ല. ഇപ്പം അറിയാമല്ലോ, 3rd മന്ത് ആകണ്ട, 1st മന്തിൽ തന്നെ ചിലപ്പം സ്കാൻ ചെയ്യാറുണ്ട്. ഈവൻ നമ്മൾ ബേബി സാക്കിൽ വരുന്നതിന് മുമ്പ് വരെയും പിന്നെ സ്കാൻ ചെയ്തിട്ട്, ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ചിലപ്പോൾ ആകെ ഒരു ടെൻഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ പോലും ചെയ്യുന്ന സാഹചര്യം ആയതുകൊണ്ട് 3rd മന്ത് കഴിഞ്ഞ് അന്ന് ഒന്നും ഡയഗ്നോസ് ചെയ്തില്ല. 5th മന്തിൽ കാണാൻ സാധിച്ചത് ബേബിയുടെ സെറിബ്രത്തിന് ആ ഒരു ഹെമിസ്ഫിയർ ഒരു ഹാഫ് ഇല്ല എന്നുള്ളത് അന്ന് 5th മന്ത് ആയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെ പിന്നെ അത് അബോർട്ട് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ഒരു 2 വർഷമോ മറ്റോ കഴിഞ്ഞപ്പം വീണ്ടും ആ കുട്ടി പ്രഗ്നന്റ് ആയി. അപ്പൊ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇങ്ങനെ ആയതുകൊണ്ട് അവർ ഫസ്റ്റിലെ തന്നെ അത് ശ്രദ്ധിച്ച് 3rd മന്തിൽ നോക്കിയപ്പോൾ അതിന്റെ ആ സെർവൈക്കൽ റീജിയനിൽ ഒരു ഗ്രോത്ത് വന്നു. അപ്പം വീണ്ടും അവര് ഡോക്ടർ പറഞ്ഞു, ഈ ബേബി വളരുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രോത്തും വളരും, അപ്പൊ അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് വീണ്ടും അത് അബോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് അവര് ക്രോമസോമൽ അനോമലി സ്റ്റഡി നടത്തി 2 ആൺകുട്ടിക്കും പെൺകുട്ടിക്കും. അപ്പൊ മോളുടെ ക്രോമസോമൽ അനോമലി 46XYXT എന്നുള്ള ഒരു ഇതാണ് കാരിയോടൈപ്പിങ് ചെയ്തപ്പോ അങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ ആ റിപ്പോർട്ടൊക്കെ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് സിഫിലിനത്തിന്റെ പല രീതിയിലുള്ള ആക്ഷൻ നമുക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഫെർട്ടിലിറ്റിയിൽ പല കേസിലും, അതായത് ഒരു അബോർഷൻ അല്ലെങ്കിൽ ഒരു മിസ്ഡ് അബോർഷനോ അല്ലെങ്കിൽ ത്രെട്ടൻ അബോർഷൻ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സിഫിലിനം ടെന്നം ഞാൻ ഒക്കേഷണലി അല്ല, ഞാനൊരു എവരി വീക്ക് എന്നുള്ള, അതായത് ഒരു കോഴ്സ് മെഡിസിൻ കൊടുക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഡോസിൽ തന്നെ ഞാൻ സിഫിലിനം ടെന്നം കൊടുക്കും. പിന്നെ 1 വീക്കോ 2 വീക്സോ കഴിയുമ്പോൾ വീണ്ടും ആ ഒരു കോഴ്സ് കഴിയുമ്പോൾ വീണ്ടും സിഫിലിനം ടെന്നം ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു മെത്തേഡ്. അപ്പൊ അതിന്റെ ഒരു ധൈര്യവും, പിന്നെ വീണ്ടും ഞാൻ പറയുന്ന ബാലേന്ദ്രൻ ഡോക്ടറുടെ സാറ് ചാക്ക ബാലേന്ദ്രൻ എന്നാണല്ലോ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ആ പ്രോട്ടോകോൾ മെർസോൾ 50M കഥ സാറ് പറഞ്ഞ് നമ്മൾ എല്ലാവരും തന്നെ ഓർക്കുന്നുണ്ടാവും. സാറ് സാധാരണ ജർമ്മൻ മെഡിസിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അന്ന് നമ്മളുടെ സർക്കാർ ഹോസ്പിറ്റലിൽ ഇരുന്ന ഒരു മെർസോൾ 50M കഥ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. അതിന്റെ ഓർമ്മയും കൊണ്ട് ഞാൻ ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞ്, പിന്നെ അങ്ങനെ നമ്മളുടെ മെഡിസിൻ ഉണ്ട് ജനറ്റിക് ഡിഫക്ട്സ് ഒക്കെ വരുന്നതിന്, ക്രോമസോമൽ അനോമലി ആണെന്നുണ്ടെങ്കിലും. അപ്പൊ വിശദമായിട്ട് ഞാൻ പറഞ്ഞു, അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ വാ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവര് വരുമായിരിക്കുന്നു. പക്ഷെ അവര് വന്നു ഒരു ദിവസം, അമ്മയും മോളും പയ്യനും കൂടി വന്നു. അപ്പം എന്തായാലും ഭാഗ്യത്തിന് അവരുടെ മനസ്സുപോലെ തന്നെ ആ മാസം ആ കുട്ടി പ്രഗ്നന്റ് ആയില്ല. നെക്സ്റ്റ് മന്ത് അപ്പൊ അപ്പോഴത്തേക്കും തന്നെ ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം കൊടുത്തത് അപ്പം സാറ് തന്നെ ബാലേന്ദ്രൻ ഡോക്ടർ തന്നെ പറഞ്ഞ ഒരിക്കല് കോൾച്ചിക്കത്തിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം എന്തായാലും ഞാന് അത്രയും കുട്ടിക്ക് ഇത്രയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത് വന്നു, സങ്കടമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇഗ്നീഷ്യ ടെന്നം ആണ് ഫസ്റ്റ് ഡോസിൽ ഞാൻ കൊടുത്തത്, ഫസ്റ്റ് ഡേയിൽ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് സിഫിലിനം ടെന്നം, അത് ഞാൻ യൂഷ്വലി കൊടുക്കാറുള്ളതാണ്. ടെന്നം 2 ഡോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അലേട്രിക്സ് ടിഞ്ചർ ആണ് കൊടുത്തു വിട്ടത്. കാരണം ആ മാസം വന്നപ്പോൾ കൺസീവ് ആയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അലേട്രിക്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പൊതുവെ യൂട്രൈൻ ടോണിക് ആണ്. അലേട്രിക്സ് ടിഞ്ചർ ഞാൻ 10 ഡ്രോപ്സ് TDS കഴിക്കാനായിട്ട് കൊടുത്തു വിട്ടു. അത് മെർസോൾ 50M ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഈ ഡോസേജ് എല്ലാം കഴിച്ചിട്ട് വേണം വരാനെന്ന് പറഞ്ഞ് 50M ഒരു ഡ്രോപ്പ് ഇട്ട് ഒരു SML കൊടുത്തു വിടുകയും ചെയ്തു. ആദ്യം ഈ കുട്ടികൾ വന്നത് എൻ്റെ അടുത്ത് വന്ന് 21/7 രണ്ടാമത് 26/7 വന്നപ്പോ, അപ്പൊ ആ മാസം എന്തായാലും കൺസീവ് ആയില്ല, മെൻസസ് ആയി. അപ്പോഴാണ് എൻ്റെ അടുത്ത് ആ ഒരു ക്രോമസോമൽ അനോമലിയുടെ റിപ്പോർട്ട്സ് എല്ലാം കാണിച്ചു എന്നെ.
അപ്പം ഒന്ന് രണ്ട് കേസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ചോറ് അവേർഷൻ ടു റൈസ് എന്നുള്ളത്. എനിക്ക് റൂബ്രിക്ക് നോക്കുമ്പോഴൊക്കെ എനിക്ക് അത്രയും കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് എവിടെയോ ഇങ്ങനെ ഇഗ്നീഷ്യ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇഗ്നീഷ്യ 10M കൊടുത്തത്. പിന്നെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, തീരെ ചെറിയ കുട്ടിയാണ്, 23 വയസ്സല്ലേ ആയുള്ളൂ. അപ്പോ ആ ഇഗ്നീഷ്യ 10M കൊടുക്കാനുള്ള ഒരു കാരണം അതായിരുന്നു. പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം, ആ കുട്ടിക്ക് ബീഫ് ഇഷ്ടമല്ല, അവേർഷന്റെ ബീഫ്, പിന്നെ ചോറ് ഇഷ്ടമില്ല. അങ്ങനെ പൊതുവെ കുറെ കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് കേസൊക്കെ എടുത്തെങ്കിലും അതിന്റെ ആ പതോളജിയിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ആ ക്രോമസോമൽ അനോമലി എന്നുള്ളത്. ആ പയ്യന് കുഴപ്പമൊന്നുമില്ല, ഈ മോൾക്കായിരുന്നു പ്രശ്നം. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദന വരും ഈ കുട്ടിക്ക്. തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മൂക്കിന്ന് ബ്ലഡ് വരും. പക്ഷെ ആ മോൾ അറിയാറില്ല. ഹസ്ബൻഡ് ആയിരിക്കും മിക്കവാറും രാത്രിയിലൊക്കെ എന്തെങ്കിലും, ഇപ്പൊ അവര് തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴോ ആണ് ഈ മോൾക്ക് തലവേദന വരുന്നത്. തലവേദന വരുമ്പോൾ ചിലപ്പോൾ തലവേദനയോടുകൂടി കിടന്ന് ഉറങ്ങുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ അത് ഒരു മൂക്കിന്ന് ഡിസ്ചാർജ് വരുന്ന. ഈ മോൾ അറിയാറേ ഇല്ല. അപ്പൊ ഒരു ദിവസം ഫോട്ടോ എടുത്ത് ഈ പയ്യൻ എന്നെ കൊണ്ടുവന്ന് കാണിക്കായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് റെഫർ ചെയ്തപ്പം സത്യത്തിൽ ആ മെല്ലോട്ടസിന്റെ കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. മെല്ലോട്ടസ് ഒഫീഷ്യനാലിസ് റിലീവ്ഡ് ബൈ ഇത് മെൻസ്ട്രൽ ഫ്ലോർ എപ്പിസ്റ്റാക്സിസ് ആണ്. അങ്ങനെ അത് 1 നമുക്ക് ഉണ്ടായിരുന്നു. അതൊരു ഡോസ് കൊടുത്തു ഞാൻ എന്തായാലും. അത് കൊടുത്ത് പിന്നെ വീണ്ടും അതാണ് ഒരു എടുത്തു പറയാനുള്ളത്. ബാക്കിയെല്ലാം അത്രയില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ അവേർഷന്റെ ബീഫ് അല്ലെങ്കിൽ ചോറ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും ഞാൻ ഈ ഒരു സിംറ്റത്തിൽ ഞാൻ ഒന്നും കൂടി ഫോക്കസ് ചെയ്തു. അപ്പം ഹെഡേക്ക്, കൺജസ്റ്റീവ് ഹെഡേക്ക് അല്ലെങ്കിൽ ബില്ലോട്ടസ് ഒഫീഷ്യനാലിസിന്റെ മെറ്റീരിയ മെഡിക്കയിൽ നമ്മൾ തലവേദനയുടെ പ്രത്യേകം എടുത്ത് വായിക്കും. വളരെ ഭയങ്കര കൺജസ്റ്റീവ് ഹെഡേക്ക് ആയിരിക്കും, റിലീവ്ഡ് ബൈ എപ്പിസ്റ്റാക്സിസ് ഓർ മെൻസ്ട്രൽ ഫ്ലോ. ഇപ്പൊ ലാക്കസിസിനുണ്ട്. ലാക്കസിസിന് നമുക്കറിയാം അതെല്ലാം നാച്ചുറൽ ഡിസ്ചാർജ് ആണ്. അതേസമയം സിംഗമേറ്റിന് നാച്ചുറൽ ഡിസ്ചാർജ് അല്ല റിലീഫ് വരുന്നത്, ഒരു അബ്നോർമൽ ഡിസ്ചാർജസ് എന്തെങ്കിലും ആയിരിക്കും. അതുപോലെ ഇത് പക്ഷേ ഇങ്ങനെ അങ്ങനെ തന്നെ ബോറിക്കിലുണ്ട്. അപ്പൊ ഞാൻ മെലിലോട്ടസ് ഒഫീഷ്യനാലിസ് 1 TDS കൊടുത്തിട്ട് വീണ്ടും ഞാൻ സിഫിലിനം 10M, ഞാൻ പറഞ്ഞല്ലോ ഓരോ കോഴ്സ് കഴിയുമ്പോഴും ഞാൻ സിഫിലിനം 10M കൊടുക്കാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ അത് കൊടുത്താണ് വിട്ടത്. മെർസോൾ 50M അന്ന് രാത്രി വന്നന്ന് രാത്രിയിലും കഴിക്കാൻ പറഞ്ഞിട്ട് സിഫിലിനം 10M അത് ഞാൻ പറയും 5 days കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറയും. മെലിലോട്ടസ് ഒഫീഷ്യനാലിസ് TDS കൊടുത്ത് അതിന്റെ കൂടെ ഞാൻ ഈ കുട്ടിക്ക് കൺസീവ് ചെയ്യാനല്ലല്ലോ പ്രശ്നമുള്ളത്, അതുകൊണ്ട് എങ്കിലും ഞാൻ നമ്മുടെ ഒരു ഫോളിക്കിളിനോ ഓഫോറിനോ ഒക്കെ ഒന്ന് കൊടുത്തു വിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ, അത് 26/7 വന്നത്. പിന്നെ വീണ്ടും 23/8 എൻ്റെ അടുത്ത് വന്നപ്പം പറഞ്ഞു ആ 26/7 അതിനുശേഷം ഇതായിട്ടില്ല. 26/7 ലാസ്റ്റ് LMB. 23/8 എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അങ്ങനെ ഒന്നോർത്ത സങ്കടമല്ലേ, ഭയങ്കര ടെൻഷൻ. ഞാൻ ഒട്ടും മടിച്ചില്ല. β-HCG തന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞപ്പോ തന്നെ 101.66 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആണ്, പോസിറ്റീവ് ആണ്, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. തലവേദനയുടേത് പറഞ്ഞു. ആ ഒരു മെലിലോട്ടസ് ഞാൻ വീണ്ടും ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി വന്നു എന്ന് പറഞ്ഞു. വീണ്ടും ഇതുപോലെ തലവേദനയും ബ്ലഡും പോയി എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും മെലിലോട്ടസ് റിപ്പീറ്റ് ചെയ്തു. അപ്പം ചെറിയ രീതിയിൽ ഒരു ഓക്കാനം പോലെയും ഒരു തലവേദന വരുമ്പോൾ ഉള്ള ഒരു ഓക്കാനം, ഛർദില്, നോഷ്യ എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പിക്കാക്കൂടാണ് കൊടുത്തു വിട്ടത്. 25/8 23/8 വന്നിട്ട് വീണ്ടും 25/8 വീണ്ടും ഒന്ന് ബ്ലീഡിങ് വന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ആ കുട്ടിക്ക് ഒരിക്കൽ പോലും ആ ഒരു തലവേദന വരികയോ സാധാരണ തലവേദന അല്ലാതെ അത്രയും സിവിയർ ആയിട്ടുള്ള തലവേദന വരികയോ നേസൽ ബ്ലീഡിങ് എപ്പിസ്റ്റാക്സിസ് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു കേസ് ഹിസ്റ്ററിയിൽ ഞാൻ നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മെല്ലോട്ടസ് ഒഫീഷ്യനാലിസിന്റെ ആക്ഷൻ നന്നായിരുന്നു. അതോടുകൂടി ആ കുട്ടി പ്രഗ്നന്റ് ആവുകയും ചെയ്തു. അതായത് 26/7 വന്നു, 23/8 ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ β-HCG നോക്കിച്ചു. വീണ്ടും ഞാൻ മെർസോൾ 50M സിഫിലിനം 10M എല്ലാം റിപ്പീറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് കൺഫേം ആയി. 28/8 ആയപ്പോഴത്തേക്കും നമുക്ക് കൺഫേം ആയി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കേസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആ ഒരു കേസില് വന്നിരുന്നതെന്ന് വെച്ചാല് ഒരു ഫീറ്റൽ ഹാർട്ട് ബീറ്റ് ഇല്ല. ഒരു 3 മാസം സെക്കൻഡ് മന്തിലാണെന്ന് തോന്നുന്നു റിപ്പോർട്ട്. ഞാൻ ആ കേസ് ഡയറി എൻ്റെ കയ്യിലില്ല, അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം.
അപ്പൊ ഞാൻ റെപ്പർട്ടറി ഒന്ന് നോക്കിയപ്പം അറസ്റ്റഡ് ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ ഒറ്റ മെഡിസിനെ നമ്മുടെ റഡാറിലുള്ളൂ, സിക്ലിക്കോർ. ഞാൻ സിക്ലിക്കോർ 30 ആണ് കൊടുത്തത്. ആ ഒരു ഓർമ്മയില് ഞാൻ ഒന്നും മടിക്കാതെ തന്നെ, കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യരുതല്ലോ, ഇത്രയും 2 പ്രഗ്നൻസി ഇതുപോലുള്ള അനോമലീസ് വന്നു. തന്നെയല്ല ഈ കുട്ടിയുടെ ക്രോമസോമൽ അനോമലി കാരിയോടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ റിപ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും നേരത്തെ 1-2 കേസിലുള്ള ആ ഒരു എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ ഫീറ്റൽ അറസ്റ്റഡ് ഡെവലപ്മെന്റ് അങ്ങനെ തന്നെ ഉണ്ട്. അതിന് നമ്മുടെ സിക്ലിക്കോർ നല്ലതാണെന്നുള്ളതുകൊണ്ട് സിക്ലിക്കോർ 30 ആണ് ഞാൻ ആ നേരത്തെ എന്റെ കേസുകളിലെല്ലാം കൊടുത്തെന്നുള്ളത് കൊണ്ട് ഈ കുട്ടിക്കും ഞാൻ സിക്ലിക്കോർ 30 കൊടുത്തു. അത് മാത്രമല്ല നല്ലതുപോലെ ബാച്ച്ലർ മെഡിസിനും കൊടുത്തു. കാരണം നമ്മൾക്കറിയാം ബാച്ച്ലർ മെഡിസിന് ഒരുപാട് മെഡിസിൻ നമ്മളെ മൈൻഡിന്റെ നല്ലതാണ്. ആസ്പെൻ ആണെങ്കിൽ വിത്തൗട്ട് എനി കോസ്, ഇവിടെ നമുക്ക് നല്ല എവിഡന്റ് ആയിട്ട് കോസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മിമുലസ് ആണ് കൊടുത്തത്. വെൽ നോൺ കോസ് ഉണ്ട്. എന്താണ് പേടി എന്ന് വെച്ചാൽ നമുക്ക് കൊച്ചിനെ കണ്ടാൽ നമുക്ക് പോലും സങ്കടം വരും, ആ രീതിയില. മിമുലസും കൊടുത്തു, റെസ്ക്യൂറബഡിയും കൊടുത്തു, അലാട്രിസ് പറഞ്ഞല്ലോ, ടിഞ്ചർ ഞാൻ കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ട് ആദ്യം ഞാൻ കൊടുത്തത് ഇത് അക്കോണേറ്റും കൂടെ ഒന്ന് കൊടുത്തത് വെച്ചാൽ ആകെ എക്സൈറ്റഡ് ആയി, ഇനി അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരരുതല്ലോ എന്നുള്ളതുകൊണ്ട് അക്കോണേറ്റും കൊടുത്തു വിട്ടു. വീണ്ടും നമ്മളുടെ സിഫിലിനം 10 മെർസോൾ 50 ഞാൻ ഒരു 3, 4, 5 ഡോസെങ്കിലും കൊടുത്തിട്ടുണ്ട് ആ മോൾക്ക് ഈ ഇത്രയും നാളിനുള്ളില്. എന്തായാലും നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ മെഡിസിൻ കൊടുക്കാനേ പറ്റുകയുള്ളൂ. ചേർത്തല ഹോസ്പിറ്റലിലെ പ്രമുഖനായ ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞോളൂ, ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും 23/8 ശേഷം 1 മന്ത് കഴിഞ്ഞു. 24/9 വീണ്ടും വന്നു. അപ്പം ഏകദേശം ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിടുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവര് സെക്കൻഡ് മന്ത് ആയപ്പോ എന്നോട് പറഞ്ഞിട്ടൊക്കെ തന്നെയാണ്, അദ്ദേഹത്തിനെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി, ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്ന പറഞ്ഞപ്പം പൊതുവെ അങ്ങനെ ആരും ഇപ്പം വലുതായിട്ട് അങ്ങ് പറയാറില്ല, എങ്കിലും അദ്ദേഹം നല്ലതുപോലെ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അത് പോട്ടെ. അപ്പൊ അങ്ങനെ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനൊരു കേസ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ഈ ഒരു ക്രോമസോമൽ അനോമലി ആയിട്ട് അല്ലാതെ ആ കാരിയോടൈപ്പിംഗ് കേസ് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടുകളും പിന്നെ ഞാൻ ആ ഒരു അബോർഷൻ ആകുന്ന കേസുകൾ ചികിത്സിച്ച് ഞാൻ സക്സസ് ആക്കിയ കേസുകൾ ഉണ്ടെന്നുള്ളതിന്റെ അതിന്റെ ധൈര്യത്തിലും വിശ്വാസത്തിലും നമ്മുടെ മെഡിസിൻ ആക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ വീണ്ടും അവരെന്തായാലും വരികയും ഞാൻ വീണ്ടും ഈ മെഡിസിൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതായത് സിക്ലിക്കോർ 30, നമ്മുടെ മിമുലസ്, പിന്നെ അലാട്രിസ്, ടിഞ്ചർ അങ്ങനെ പോയി. വീണ്ടും ഞാൻ സിഫിലിനും മെർസോളും 50 കൊടുത്തു. 31/10 വീണ്ടും വന്നു. 1 മാസം കഴിഞ്ഞിട്ട് 3rd മന്ത് സ്കാനിങ് കഴിഞ്ഞു. ഒരു കുഴപ്പവും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തു, അതും നെഗറ്റീവാണ്. അങ്ങനെ 3-ാം മാസം കഴിഞ്ഞു. ഇനി ഈ ഒരു കേസ് ആയതുകൊണ്ട് 4ാമത്തെ മാസം ഒന്നും കൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. സോഫാർ അതായത് ഫസ്റ്റില് ഡയഗ്നോസ് ചെയ്തില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഡയഗ്നോസ് ചെയ്യാഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി വന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ 5th മന്തിലാണ് കണ്ടുപിടിച്ചത്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ 3rd മന്തിൽ തന്നെ ആ ഒരു അനോമലി, ആ ഒരു ഗ്രോത്ത് കണ്ടുപിടിച്ചു. അത് അബോർട്ട് ചെയ്ത്. എന്തായാലും ഒരു കുഴപ്പവും ഇല്ല. ഡോക്ടർ കണ്ടു, പറഞ്ഞു ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്തു, അതും നെഗറ്റീവാണ്. ഞാൻ വീണ്ടും ഒന്നും കൂടി ഇതെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. സിക്ലിക്കോർ ഞാൻ വിത്ഡ്രോ ചെയ്തിട്ടില്ല. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, പ്ലാസിന്റ പ്രീവിയ ആണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ബ്ലഡ് വന്നപ്പം ഞാൻ പിന്നെ കൂടുതലായിട്ട് അവരെന്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഞാൻ മെഡിസിൻസ് കൊടുക്കുകയുള്ളൂ. അതേസമയം വേറൊരു കേസ് അങ്ങനെയല്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അത് സിവിയർ ബ്ലീഡിങ്ങും പീസസ് ആയിട്ട് ബ്ലീഡിങ് ഒക്കെ ബ്ലഡ് ഒക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോഴും ആ കുട്ടി എന്നെ തന്നെയായിരുന്നു, നമ്മുടെ മെഡിസിനെ തന്നെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ നമുക്ക് ആ എക്സ്പീരിയൻസും നല്ല ധൈര്യം ഉണ്ടായിരുന്നത് കൊണ്ട് എങ്കിലും ഇവരുടെ കേസ് ആ മോള് അത്രയും പേടിച്ചിട്ടുള്ളത് കൊണ്ടും കൂടി ചെറിയ ബ്ലഡ് ക്ലോട്ടോ ഡ്രോപ്സോ ഒക്കെ ഉണ്ടാകും, വീണ്ടും ഈ ഡോക്ടറുടെ അടുത്ത് തന്നെ പോകുമായിരുന്നു. പക്ഷെ എപ്പം പോകുന്നതിന് മുമ്പും പോയതിന് ശേഷവും ഒക്കെ എൻ്റെ അടുത്ത് എല്ലാ വിവരങ്ങളും പറയും. ഇപ്പം പ്ലാസിന്റെ പ്രീവിയ ഉണ്ട്. പ്ലാസിന്റെ പ്രീവിയക്ക് നമുക്ക് ഞാൻ റഡാറിൽ നോക്കിയപ്പം 6 മെഡിസിൻ ആണുള്ളത്. ഒന്ന് നെക്സോമിക്ക, വെരേട്രാൽബം, പിന്നെ സബൈന,
സെപ്പിയ, ദെൻ എറിജിറോൺ, ഇപ്പിക്കാക്ക്. ഞാൻ അങ്ങനെ ഒന്ന് പഠിച്ചു. എറിജിറോൺ ഇപ്പിക്കാക്ക് ബ്ലീഡിംഗ് റെമഡി എന്നുള്ള രീതിയിൽ ഞാൻ ഓർത്തു. സബീന സെപ്പിയ ഫീമെയിൽ റെമഡി എന്നുള്ള രീതിയിൽ ഞാൻ ഓർത്തു. പിന്നെ നെക്സോമിക്ക വെറേറ്റർ ആൽബം പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ഗ്യാസ്ട്രിക് റെമഡി എന്നുള്ളത് ഇത് 6 മെഡിസിൻ ആണ് പ്ലാസന്റ പ്രീവിക്ക് കൂടിയുള്ളത്. ഞാനത് ഒരു ഇതിന്റെ ഒരു ഇപ്പിക്കാക്ക് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതാണ് ആദ്യം ഞാനൊന്ന് ഇപ്പിക്കാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പിക്കാക്ക് കൂടെ വണ്ണം ഒരു ഡോസ് ഞാൻ ഇടയ്ക്കൊന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എറിജിറോന്റെ കാര്യം ഞാൻ ഓർത്തു, പക്ഷെ സിവിയർ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് കൊടുക്കാഞ്ഞ്. അപ്പൊ ഇതൊരു പറയണം തോന്നി. കാരണം ചില കേസുകൾ നമുക്ക് മിക്ക കേസുകളും നമ്മുടെ അടുത്ത് അലോപ്പതിയിൽ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ അവർക്ക് മരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ദൈവത്തിനോട് പറഞ്ഞാൽ മതി, അല്ല ദൈവ സഹായം, അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കേസുകൾ നമ്മളെ ഹോമിയോപ്പതി ഡോക്ടർമാരെ സമീപിക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കേസ് ഏറ്റെടുക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് മെഡിസിൻ ആദ്യമേ തന്നെ കൊടുക്കാൻ തുടങ്ങിയത്. നമുക്ക് മെഡിസിൻ ഉണ്ടെന്നും നമുക്ക് സാധ്യതയുണ്ടെന്നും എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു വാക്ക് വളരെ ഉറപ്പിച്ചു പറഞ്ഞു. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചത് കൊണ്ട് കുഞ്ഞിനൊരു അനോമലീസും ഉണ്ടാകില്ല. തന്നെയുമല്ല, നേരത്തെ 2 കേസിലും ഇങ്ങനെ ഉണ്ടായി, നമ്മുടെ മരുന്ന് കഴിച്ചിട്ടല്ലല്ലോ. അപ്പൊ ആ മോൾക്ക് ആ ഒരു ക്രോമസോമൽ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മരുന്ന് കൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ സാധിക്കും, അതിനൊരു സാധ്യതയുണ്ട് എന്ന് തന്നെ പറഞ്ഞാണ് നമ്മൾ ചികിത്സിച്ചതും. ഞാനിപ്പോ ഇത് പ്രസന്റ് ഇത്രയും ആയുള്ളൂ. നമ്മൾ ബേബിയെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കംപ്ലീറ്റ് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ കേസിൽ ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക്, കാരണം എല്ലാ കാര്യങ്ങളും പറയുക, പറഞ്ഞ് അതിന്റെ മെഡിസിന്റെ ആക്ഷൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് കേസ് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതുകൊണ്ടാണല്ലോ ആ കുട്ടിയുടെ തലവേദനയുടേത് നമ്മൾ എടുക്കുകയും അത് നമുക്ക് മനസ്സിലാകുകയും ആ ഒരു മെഡിസിൻ എനിക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തത്, മെലിലോട്ടസ് ഒഫീഷ്യനാലിസ്. അപ്പൊ അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ നമ്മളെ സമീപിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളത്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊരു കേസ് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഇതുവരെ എന്തായാലും ഒരു കുഴപ്പവും ഇല്ല. ഈ ഒരു സാധാരണ 5th മന്തിലാണ് ഇനി സ്കാൻ ചെയ്യുന്നത്. പക്ഷെ ഈ മോളുടെ കാര്യമായതുകൊണ്ട് 4th മന്തിലും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ വേറൊരു കേസും ഉണ്ട്. അത് ഒക്കേഷണലി ഓൺ ആൻഡ് ഓഫ് നമ്മുടെ പേഷ്യന്റ് ആണ്, വന്ന് മരുന്ന് കഴിക്കും. അപ്പം ഒരു ദിവസം ഇങ്ങനെ നിന്ന നിപ്പിലാണല്ലോ കോള് വരുന്നത്. ആ ഡോക്ടറെ, എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്, പീരീഡ് മിസ്സായി, മെൻസസ് ഒന്ന് മിസ്സായി, അതിനുശേഷം പിന്നെന്തോ ബ്ലീഡിങ് വന്നു എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി തന്നെ, ഇവര് തന്നെ പോയി HCG ഒക്കെ നോക്കിയപ്പം 25 അത്രയും കണ്ടേ. അപ്പോഴേ ഞാൻ പറഞ്ഞത് അല്ല, പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ലാബിൽ പറഞ്ഞു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേ ബി വീക്ക് പ്രഗ്നൻസി ആയിരുന്നു കാണും, അതുകൊണ്ടാണ് അത് ഇതായി പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അബോർഷൻ എന്ന് പറയാനില്ല, ഒരു MR പോലെ അങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞാനൊന്ന് സ്കാൻ ചെയ്യിക്കുകയും കൂടെ ചെയ്തു, എന്തെങ്കിലും റെമിനൻസ് ഉണ്ടെങ്കിലോ എന്ന് ഓർത്ത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹിസ്റ്ററി ചോദിച്ചിട്ട് ആ കുട്ടിയുടെ വീട്ടിലോ അതിന്റെ ആ പയ്യന്റെ വീട്ടിലോ ആ ഒരു ഹിസ്റ്ററി ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു വീക്ക് പ്രഗ്നൻസി ആയിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ മെഡിസിൻസ് കഴിക്കണം എന്ന് പറഞ്ഞ് സിഫിലിനം ഞാൻ കൊടുത്തിരുന്നു. അത് പിന്നെ മെർസോൾ കൊടുത്തില്ല, ഞാൻ സിഫിലിനം 10 ആണ് കൊടുത്തത്. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പ്രഗ്നന്റ് ആയി. ആദ്യം തൊട്ട് തന്നെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു സിഫിലിനം 10. ഞാനത് കേസ് എടുക്കട്ടെ. സിഫിലിനം 10 കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോ, ഒരു മാസമൊക്കെ അപ്പം ഈ പ്രഗ്നന്റ് ആയി, അതിനും കൺസീവ് ആകാൻ ബുദ്ധിമുട്ടുള്ള കേസല്ലായിരുന്നു. പ്രഗ്നന്റ് ആയി കഴിയുമ്പോ പിന്നെ നാച്ചുറലി പല കേസുകളും ഞാൻ പറഞ്ഞില്ലേ എക്സെപ്ഷനുകളുണ്ട്. ചില കേസുകൾ നമ്മളെ നല്ലതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസുകളുണ്ട്, ചില കേസ് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ പക്ഷെ അത് ഒരുപാട് അങ്ങോട്ട് പുഷ് ചെയ്യാറില്ല, അത് അവരുടെ ഇഷ്ടമല്ലേ, അങ്ങനെ വിചാരിക്കും. പക്ഷെ അപ്പം വീണ്ടും അതെ വീണ്ടും ആ കുട്ടി 1-2 പ്രാവശ്യം കൂടെ മരുന്നൊക്കെ കഴിച്ചിട്ട് അതിനൊരു PCOS ഉണ്ടായിരുന്നു, പോളിപ്പ്, യൂട്രൈൻ പോളിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു കേസൊക്കെ അങ്ങനെയാണ് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം കൂടി നമ്മുടെ അടുത്ത് വന്നു, മരുന്നിന് വന്നു എന്നാലും പിന്നെ വന്നൊന്നുമില്ല. അതിന്റെ ഹസ്ബൻഡ് വരും, അതിന്റെ പെങ്ങളുടെ കുട്ടികൾക്ക് മരുന്നിന് വരും. അങ്ങനെയായി ഒരു ദിവസം, ഇത് 28/7 ഫസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് 27/10 ആയപ്പോഴാണ് പിന്നെ ഒരു 1-2 പ്രാവശ്യമൊക്കെ വന്നു. പിന്നെ മെഡിസിൻ ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യുന്ന നല്ലതായിരിക്കും എന്നൊരു സജഷൻ പറഞ്ഞു എന്നല്ലാതെ നിർബന്ധമായിട്ട് നിങ്ങൾ കഴിച്ചേ പറ്റൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് അവരുടെ ഇഷ്ടമല്ലേ.
എനിവേ എന്തായാലും സിഫിലിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 27/10 ആയപ്പോഴാണ് ഇങ്ങനെ അതിന്റെ ഹസ്ബൻഡാണ് എന്നെ വിളിച്ചത്. 3rd മന്തായി. 3rd മന്തില് ഇതുപോലെ നോക്കിയപ്പം ഒരു ഡൗൺ സിൻഡ്രോം വരാനുള്ള ഒരു നമുക്ക് ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് കാണുമ്പോൾ അറിയാം, ഒരു ന്യൂക്കൽ ട്രാൻസ്ലൂസൻസ് 1 mm അങ്ങനെ, പിന്നെ നേസൽ ബോൺ യൂണിലാറ്ററൽ അൺഓസിഫൈഡ് അങ്ങനെ ഒരു ചെറിയ ഇത് കാണിക്കുന്നുണ്ട്. അപ്പം സ്കാനിങ്ങില് 1 mm ഉള്ളൂ, പക്ഷെ എന്നാലും ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഡബിൾ മാർക്കർ ചെയ്യണം. ഡബിൾ മാർക്കർ ചെയ്താൽ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് ഇങ്ങനെ കേസ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഡബിൾ മാർക്കർ ചെയ്യണം. ഞാൻ പറഞ്ഞു എന്തായാലും ഡബിൾ. അപ്പോൾ നമ്മുടെ മരുന്ന് ഇപ്പം ആ ഒരു 1 or 2 ഞാൻ നോക്കട്ടെ, 1 ഡോസ് 2 ഡോസ് സിവിലിനം ടെന്നോ അല്ലല്ല 1 ഡോസ് സിവിലിനം ടെന്നമേ ഞാൻ കൊടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ആ കുട്ടി വന്നതുമില്ലല്ലോ നമ്മളുടെ അടുത്ത്. ഞാൻ പറഞ്ഞു എന്തായാലും ഡബിൾ മാർക്കർ ടെസ്റ്റിന്റെ റിസൾട്ട് കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. വന്നപ്പം ഹൈ റിസ്ക് ഡൗൺ സിൻഡ്രോമിന്റെ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു നമ്മുടെ മരുന്നുണ്ട്, ഇങ്ങനെ സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ മെർസോൾ 50 mm സിഫിലിനം 10 mm കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് കോൾച്ചിക്കം കൂടി കൊടുത്തു, കാരണം നല്ല ഭയങ്കര നോഷിയോ വൊമിറ്റിങ്ങും ആണ്, ഫുഡ് കാണാൻ വയ്യ. അപ്പൊ കോൾച്ചിക്കത്തിൻ്റെതായിട്ടുള്ള എല്ലാ സിംറ്റംസും ഉണ്ട്. ഞാൻ കോൾച്ചിക്കം 30 ആണ് കൊടുത്തത്. TDS കഴിക്കാൻ പറഞ്ഞു. മെർസോൾ 50 mm ഞാൻ കൊടുക്കുന്നത് സാധാരണ വരുന്ന സാറ് പറഞ്ഞതുപോലെ തന്നെ. എനിക്ക് തോന്നുന്നു ബാലേന്ദ്ര സാറിനെക്കാട്ടി കൂടുതലും ഞാൻ റിപ്പീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് പറഞ്ഞു 1 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ 2 weeks ഒക്കെ കഴിയുമ്പോൾ ഞാൻ വീണ്ടും കൊടുക്കാറുണ്ട് നെക്സ്റ്റ് വിസിറ്റിന്. മെർസോൾ 50 mm കൊടുത്തിട്ട് വീണ്ടും ഒരു 1-2 days കഴിയുമ്പോൾ ഞാൻ സിഫിലിനം 10 mm ഒന്ന് കഴിക്കാൻ പറയും. അല്ലെങ്കിൽ ഡിപ്പെൻസ്, അതൊക്കെ ഒരു ഡിപ്പെൻഡ് ചെയ്താണ്, ഓരോ കേസിന്റെ അനുസരിച്ച് നമ്മുടെ ഒരു യുക്തി ഉണ്ടല്ലോ. വീണ്ടും ഒരു 5 days കഴിയുമ്പോൾ വീണ്ടും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കൊടുത്തു വിട്ട്. അപ്പം എന്തായാലും അവര് വീണ്ടും അത് ഒരു 1 week കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെയ്തു. എന്തായാലും ഞാനും പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യാം, ഉടനെ അങ്ങോട്ട് അബോർട്ട് ചെയ്യണ്ട. ഒരു ആംനിയോസെന്റസിസ് ഉണ്ട്, അത് നമുക്കറിയാം, ആംനിയോട്ടിക് ഫ്ലൂയിഡ് വരുന്നത് ഒരു 12 to 16 weeks അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഫ്ലൂയിഡില് നമ്മുടെ ബേബിയുടെ സെൽസ് വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത്, എന്തെങ്കിലും അനോമലി ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ദൈവമേ എന്ന് വിചാരിച്ചിരിക്കും നമ്മുടെ മരുന്നിന് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അത് ഒരു കേസ് അങ്ങനെ ഇരിക്കുന്നു. ഇത് 2 കേസുകളാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും പറയാം. ഇനി ഒരു പൊതുവേ വേറൊരു കേസ് ഈ ഇടയ്ക്ക് വന്ന ഒരു കേസാണ്. കഴിഞ്ഞ മാസം 21-ാം തീയതി വന്ന കേസാണ്. പൈൽസിന്റെ കേസാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഞാൻ കുറച്ചേക്ക് ഒന്നും പറഞ്ഞാണ് എന്റെ ചികിത്സ തുടങ്ങുന്നത്. ഭയങ്കര ഇതൊക്കെ ഭയങ്കര നിസ്സാരമല്ലേ എന്നുള്ള രീതിയിൽ ഒരു പുച്ഛത്തോടെ, എന്ന് വെച്ചാൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം, ഇത് പൈൽസ് അല്ലേ. അപ്പൊ ചില കേസുകൾ നമുക്ക് വരുമ്പോ ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പിള്ളേരാണെങ്കിലും ഒന്ന് വീണിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇതാ. കാരണം നമ്മുടെ കയ്യിലല്ലേ മരുന്നിരിക്കുന്നത്. അപ്പൊ ആർണിക്കയുടെ കഥകൾ ഇന്നും പേപ്പറിലുണ്ടല്ലോ, നമ്മുടെ സലീംകുമാർ ഡോക്ടറുടെ ഫീച്ചർ അത് കണ്ട്. അപ്പൊ ആർണിക്ക ഉണ്ട്, അല്ലെങ്കിൽ തലമുറകോട്ട് ഇടിച്ചാ വീഴുന്നെങ്കിൽ നമ്മൾ പൊതുവെ നേട്രം സെൽഫ് കൊടുക്കും, അല്ലെങ്കിൽ ഐപ്പരിക്കം കൊടുക്കും, അല്ലെങ്കിൽ പൊതുവെ വേറെ ഏതോ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടായിരുന്നു കാലിമൂർ നല്ലതാണ് ബാക്കിലോട്ട് തലയിടിച്ച് വീഴുവാണെങ്കിൽ. ഞങ്ങൾ പൊതുവെ ബാക്കിലോട്ട് തലയിടിച്ച് വീഴുവാണെങ്കിൽ ആർണിക്കയുടെ കൂടെ നേട്രം സെൽഫും കൊടുക്കാറുണ്ട്, പ്ലസ് ഐപ്പരിക്കം കൊടുക്കാറുണ്ട്. പിന്നെ ഓൾവേസ് പറയും, എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരു വൊമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. അത് അങ്ങനെ ഒരു കേസ്. അപ്പം ഈ പൈൽസ് കേസ് വന്നപ്പോ എനിക്ക് ഭയങ്കര നമുക്ക് അറിയാലോ പൈൽസ് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി ഭയങ്കര സന്തോഷമായിട്ടൊക്കെ എല്ലാ വിവരമൊക്കെ ഗല്ലിഗമയിലെല്ലാം സന്തോഷമായിട്ടൊക്കെ തുടങ്ങി. ഇപ്പൊ മാറും വേദനയെന്നും പറഞ്ഞാണ് ഞാൻ മരുന്നൊക്കെ കൊടുത്തു വിട്ടത്. എനിക്ക് ഒരു മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. അതെല്ലാം കഴിഞ്ഞ് ഒരു കുറവുമില്ല ഡോക്ടറെ എന്നും പറഞ്ഞാണ് പിന്നെ വിളിക്കുന്നത് തന്നെ. അപ്പൊ ഈ കുട്ടി എനിക്ക് എന്താന്ന് വെച്ചാൽ കോളിലിത്തിയാസിന് 21/10 എൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. കോളിലിത്തിയാസിന് ഇത് ചെയ്തു, സർജറി കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് സർജറി ചെയ്യണ്ടായിരുന്നു, കാരണം അത് ആ ഗാൾ സ്റ്റോൺ കോളിക്ക് പോകാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ അങ്ങനെ പോയതായിട്ട് ഞാനും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് കേസുകൾ വന്നതെല്ലാം തന്നെ പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നതേ ഇല്ല. പിന്നെ ആ പേഷ്യന്റിന്, ഞാനത് പണ്ട് പറഞ്ഞിട്ടുള്ള കേസാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ, ആ പേഷ്യന്റിന് പിന്നെ ഒരിക്കൽ പോലും ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ പെയിനോ വന്നില്ല. അവരും പറഞ്ഞു എനിക്കത് മതി ഡോക്ടറെ, എനിക്ക് സ്കാൻ ചെയ്തൊന്നും നോക്കണ്ട,
ഒരു വർഷം നല്ലപോലെ കഴിച്ചിട്ട് ഈ പേഷ്യന്റ് ഇപ്പൊ വരുന്നത് പോലും ഇല്ല. അപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവർക്ക് മാറിയിട്ട് തന്നെയാണെന്ന്. അന്ന് ഞാൻ കൊടുത്തത് അന്നത്തെ സിംറ്റം അനുസരിച്ച് ആദ്യം എപ്പിസ് 200 കൊടുത്തു, ബെർബറിസ് വൾഗാരിസ്, നമ്മളുടെ പിന്നെ ഇത് കൊളസ്ട്രിനം 6C, മാക്ഫോസ് 6X. കൂടുതലും ഞാൻ കൊളസ്ട്രിനം 6C ഓൾമോസ്റ്റ് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ പെയിൻ വരുവാണെങ്കിൽ മാക്ഫോസ് 6Xൽ കോളോസിന്ത് ചേർത്ത് കൊടുത്തു, ബെർബറിസ് വൾഗാരിസും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പല കേസുകളും ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ട് കാരിയേറിയ വെസൈക്ക നല്ല മെഡിസിൻ ആണ്. അത് ടാർട്ടാർ, പല്ലിലെ ടാർട്ടാർ കളയും, ഗാൾസ്റ്റോൺ കോളിക്ക് കളയും, അല്ല പ്രിവെന്റ് ചെയ്യും, പ്ലസ് റീനൽ സ്റ്റോണും. അപ്പൊ ഇപ്പോൾ അതും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കാരിയേറിയ വെസൈക്കയും കൂടെ. അന്ന് ഞാൻ കൊടുത്ത മെഡിസിൻ ഇതായിരുന്നു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് പറയുകയും ചെയ്ത് അതിന്റെ കാര്യമേ ഇല്ലായിരുന്നു, സർജറി ചെയ്യണ്ടായിരുന്നു. കാരണം നമ്മുടെ മെഡിസിൻ കൊണ്ട് തന്നെ അത് അറ്റ്ലീസ്റ്റ് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് പേഷ്യന്റിന് ഭയങ്കര പെയിൻ ആയതുകൊണ്ടാണ് അവർ പോയി സർജറി ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നമ്മുടെ മെഡിസിൻ കൊണ്ട് പെയിൻ ഒന്ന് സബ്സൈഡ് ചെയ്ത് പോയേനെന്ന് പറഞ്ഞു. അപ്പൊ എനിവേ, അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഈ പെയിൻ പൈൽസ് ഈ കുട്ടിക്ക് നേരത്തെ തന്നെ ഉള്ളതായിരുന്നു. അപ്പൊ സർജറി കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻ അങ്ങ് വല്ലാതെ വേഴ്സായി. നേരത്തെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഫിഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വലിയ സന്തോഷത്തെ എന്തായാലും ഇത്രയും അലോപ്പതി മെഡിസിൻ ഒക്കെ കഴിച്ചതല്ലേ എന്ന് വെച്ച് മോശം പോകാന് ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം ഹിസ്റ്ററി ഒക്കെ കേസൊക്കെ എടുത്ത്, സമയമുണ്ടല്ലോ നല്ലപോലെ ഇരുന്ന് കേസൊക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം പറഞ്ഞത് ഡെലിവറിക്ക് ശേഷം, അതായത് സെക്കൻഡ് ഡെലിവറിക്ക് ശേഷമാണ് ഇവർക്ക് പൈൽസ് വന്നത്. വേദന ഉണ്ടായിരുന്നു, ബ്ലീഡിങ്, ഫിഷേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, മോഷൻ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം തടിപ്പുണ്ട് ഡോക്ടറെ. ഞാൻ ചോദിച്ചു തടിപ്പുണ്ട് ഡോക്ടറെ. ഞാൻ ചോദിച്ചു എത്ര ഭാഗത്തുണ്ട്? ഒരു ഭാഗത്തേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തായാലും ആട്ടെ. പിന്നെ എക്സോമിക്ക വണ്ണം ഒരു ഡോസ് കൊടുത്തു. കാരണം ഇത്രയും സർജറി മെഡിസിനൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ് തന്നെയല്ല, അത് കഴിഞ്ഞപ്പോൾ ആയുർവേദ മെഡിസിനും കഴിച്ചു, കഷായം കഴിക്കുന്നുണ്ട്. കഷായത്തിന് എന്തോ ഒരു പൊടി കൊടുത്തു. അപ്പൊ എന്നിട്ടും ഈ വേദന മാറുന്നില്ല. 2-3 years സിവിയർ പെയിൻ ആണെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഒരു നെക്സോമിക്ക വണ്ണം കൊടുത്തു, പിന്നെ ഹമാമലിസ് ഓയിൻമെന്റ് കൊടുത്തു, റെട്ടാൻഹിയ 3X എസ്കുലസും ഒക്കെ കൊടുത്താണ് വിട്ടത്. ഇപ്പൊ വേദന മാറുമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ട്. നെക്സ്റ്റ് ഡോസ് തൂജ കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞ് അന്നൊക്കെ ഞാൻ എല്ലാം എഴുതിയിട്ടു നെക്സ്റ്റ് ഡോസ്. വീണ്ടും 4 ദിവസം കഴിഞ്ഞപ്പം വന്നു ഒരു കുറവില്ല ഡോക്ടറെ, ഭയങ്കര വേദന. എന്നാലും ആ കൊച്ചു പറഞ്ഞു എന്തോ ഒരു ചെറിയ പെയിന് ആശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ പിന്നെയും വന്നത്. അപ്പൊ ഞാൻ എന്തായാലും തൂജ കൊടുത്തു, തൂജ വണ്ണം കൊടുത്ത്. പെയിൻ കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല, കുറച്ച് ഞാനൊന്ന് എക്സാമിൻ ചെയ്തു നോക്കിയപ്പോഴാണ് ഒരു 5 സെന്റിമീറ്ററിൽ കൂടുതൽ ഉണ്ട്. അത് അത്രയും പ്രൊട്യൂട്ടഡ്. അത് ഞാനും വിചാരിച്ചില്ല, ഞാനൊരു ചെറിയ ഒരു ഇതേ കാണത്തുള്ളെന്നാ വിചാരിച്ചത്. പക്ഷെ നോക്കിയപ്പം അത്രയും സിവിയർ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ബ്ലീഡിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി സീരിയസ് ആയിട്ട്, നേരത്തെയും സീരിയസ് ആയിട്ട് തന്നെ, പക്ഷെ ആ ഒരു ലാഘവത്വം ഞാൻ അങ്ങ് എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞ് സ്വർണം വണ്ണം, അത് ഞാൻ സാധാരണ സ്വർണം നമ്മൾ നോക്കുമ്പോൾ വായിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ ഓഫ് ഇൻഫൻസ് എന്നാ. പക്ഷെ എനിക്ക് ഒരുപാട് കേസുകളിൽ കോൺസ്റ്റിപ്പേഷനുള്ള അവർക്ക് ഇപ്പോൾ പല കേസുകളിലും എനിക്കത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. സ്വർണം വണ്ണം ഞാൻ ഒരു നൈറ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും പറയാറുണ്ട് അടുത്ത ദിവസം തന്നെ നല്ലതുപോലെ മോഷൻ പോയി എന്ന് പറയാറുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിലും തന്നെയല്ല, സ്വർണത്തിന്റെ നമ്മൾ ആ ബവൽ അത് വായിക്കുമ്പോൾ നമുക്കറിയാം ഹെമറോയിഡ്സ്, ബേണിംഗ് പെയിന് എല്ലാം അതിലുണ്ട്. പ്ലസ് ആ കോൺസ്റ്റിപ്പേഷനും ഡിഫിക്കൽട്ട്, ഹാർഡ് സ്റ്റൂള്, എല്ലാ സിംറ്റംസും കിട്ടിയില്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം കൂടി കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ സ്വർണം വണ്ണം ഒരു ഡോസ്, എന്റെ നേരത്തെയുള്ള കേസുകളുടെ എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ സ്വർണം വണ്ണം ഒരു ഡോസ് കൊടുത്തിട്ട് അത്രയും ആ സോളിറ്ററി പൈലാണ് നമ്മൾ അലോസിന് കണ്ടിട്ടുള്ള അലോസ് 200 5 ml ഞാൻ കൊടുത്തിട്ട്, വേറെ ഒരു കാസ്കാര സഗ്രാഡ ടിഞ്ചർ, അത് നമ്മൾ ക്ലാസ്സുകളിൽ കേൾക്കും പിന്നെ വായിക്കുകയൊക്കെ ചെയ്തതിൻ്റെയും അത് ഇടയ്ക്ക് ഞാൻ കൊടുക്കുമ്പം എനിക്ക് വലിയ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഇത് ഞാൻ കാസ്കാര സഗ്രാഡ ടിഞ്ചറും കോളിൻസോണിയ ടിഞ്ചറും കൂടി ഈക്വൽ പ്രപ്പോർഷനിൽ 15 ml ഡ്രോപ്പറിലാണ് ഞാൻ കൊടുത്തിട്ട് 20 ചൂടുവെള്ളത്തിലാണ് ഞാൻ കഴിക്കാൻ പറയാറ്. ഒരു ഹാഫ് ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 ഗ്ലാസ് പറയും തിളപ്പിച്ചണുത്ത വെള്ളത്തിൽ. കാരണം അത്രയും വെള്ളവും കൂടി ചെല്ലുമല്ലോ. 3 നേരം 20 ഡ്രോപ്സ് വീതം
കോളിൻ സോഡിയം ടിഞ്ചറിന്റെ നമുക്കറിയാം, അതിനും പൈൽസും പെയിനും ഭയങ്കര പെയിനും ഉണ്ട്, കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. അതെല്ലാം കൊണ്ട് അതെല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ രണ്ടും കൂടിയാണ് കൊടുത്തത് ഞാൻ. 20 തുള്ളി വീതം ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ 20 തുള്ളി ഇളം ചൂട് വെള്ളത്തിനകത്ത് ഒഴിച്ച് കഴിക്കാൻ പറഞ്ഞു. അത് കൂടി സോർണം വണ്ണം നല്ലപോലെ ആക്ട് ചെയ്തെന്ന് എനിക്കറിയാം. അലോസ് 200 നമുക്ക് എല്ലാവർക്കും അറിയാം, സോളിറ്ററി പൈല് പെയിൻഫുൾ ആണ്, അങ്ങനെയുള്ള ഇതിനെല്ലാം. പ്ലസ് കോളിൻസോണിയ ടിഞ്ചറും കാസ്കാര സഗ്രാഡ ടിഞ്ചറും കൂടി ഇങ്ങനെ കൊടുത്തു. വന്ന് 27/10 21/10 വന്നു. 6ാമത്തെ ദിവസമാണ് ഞാൻ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ചെയ്തത്. അതിനുശേഷം ആ കുട്ടിക്ക് നല്ലതുപോലെ വ്യത്യാസം വന്നു തുടങ്ങി. പെയിനൊക്കെ ഒരുപാട് കുറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഫുഡും കൂടി ഞാൻ കണ്ടൊരു കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് വരികയാണെങ്കിൽ ചീര കഴിക്കരുത്. പ്രത്യേകിച്ചും ചുവന്ന ചീര കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിന്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ചോദിച്ചപ്പോഴാണ് ഭക്ഷണം ഒന്നും കൂടി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. ചീര കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നും ഇപ്പൊ ഈ കടുക് വറക്കുന്നതാണോ അങ്ങനെയാണോ അങ്ങനെ ഈച്ച് ആൻഡ് എവരി ഐറ്റംസ് ചോദിച്ച് മനസ്സിലാക്കി. എന്തായാലും വെൽ മാനേജ്ഡ് എന്ന് പറയാം. ഞാൻ ഇന്നലെ ആ പേഷ്യന്റ് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി എക്സാമിൻ ചെയ്ത് നോക്കി. അതിന്റെ ഒരു 1 സെന്റിമീറ്റർ ആയിട്ട് വേണമെങ്കിൽ കുറഞ്ഞെന്ന് പറയാം. അത്രയും ആശ്വാസം കിട്ടി. അതിന്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് സ്വർണം വണ്ണം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രാവശ്യം വരുമ്പോ എനിക്ക് അതുകൊണ്ട് ഒരു അഗ്രവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും റിപ്പീറ്റീവ് വണ്ണമോ അങ്ങനെ അഗ്രവേഷൻ എനിക്ക് പറയാനേ സാധിക്കത്തില്ല. അത് മേ ബി ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ചീരയുടെ കാര്യം നമ്മൾ ആരും ഓർത്തൊന്നിരിക്കത്തില്ല. യാദൃശ്യം ഇങ്ങനെ ഓരോ ദിവസത്തെയും ഫുഡ് കൂടി ഞാൻ ചോദിച്ചു വന്നപ്പോഴാണ് ചീരയുടെ കാര്യം. അതുകൊണ്ട് നമ്മുടെ മെഡിസിന്റെ മാത്രം എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. എന്തെങ്കിലും അവരുടെ ദൈനംദിന രീതിയിൽ അല്ലെങ്കിൽ അന്നത്തെ ഡയറ്റിന്റെ എന്തെങ്കിലും കൂടി ഒരു വ്യത്യാസം കൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. അങ്ങനെ ചോദിച്ച് ഡീപ്പായിട്ട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് ഭക്ഷണ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ ചീര പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ വണ്ണം ഒക്കെ റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുവരെ അങ്ങനെ ഒരു അഗ്രവേഷൻ ഞാൻ കണ്ടിട്ടുമില്ല. ഈവൻ ഞാൻ വേണമെങ്കിൽ 3 നേരവും വണ്ണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ ഒരു പോളിസി എന്താ, പേഷ്യന്റിന് നല്ലപോലെ കുറയുന്നു എന്നുള്ളതാണ്. അതാണ്. അതുകൊണ്ടല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് സ്വർണ്ണവണ്ണം എഗെയിൻ ദിസ് കോളിൻസോണിയ ടിഞ്ചർ പ്ലസ് കാസ്കാര സഗ്രാഡ. പക്ഷെ ഞാൻ ഉച്ചക്കലത്തെ ഡോസ് മാറ്റി. കാരണം ആ പേഷ്യന്റിന് 2 നേരം പോകണം എന്നുള്ളൊരു ഹാബിറ്റ് ആയപ്പോഴത്തേക്കും അവര് തന്നെ പറഞ്ഞു രാവിലെ 20 തുള്ളി രാത്രി 20 തുള്ളി ആക്കി. ഇപ്പൊ ഇന്നലെ വന്നപ്പോഴത്തേക്കും നല്ലപോലെ പിന്നെയും പോകുന്നു എന്നുള്ളത് കൊണ്ട് 20 തുള്ളി എന്നുള്ളത് രാവിലത്തെ 10 തുള്ളിയാക്കി. രാത്രിയിലത്തെ 20 കഴിക്കാൻ പറഞ്ഞു. വീണ്ടും കുറയുന്നുണ്ടെങ്കിൽ രാവിലത്തെ വീണ്ടും 10 എന്നുള്ളത് 5 ആക്കി. രാവിലത്തെ കട്ട് ചെയ്ത് രാത്രിയിലത്തെ മാത്രമാക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ അലോസ് കൊടുക്കുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ നമ്മുടെ ഗോപികൃഷ്ണ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നു. തന്നെയല്ല വേറെ ഒരു ബാച്ചുലർ ഏത് ഓതറിന്റെ കാര്യം ഞാൻ ഓർക്കുന്നില്ല. വൈറ്റ് ചെസ്റ്റ്നട്ട് ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങൾക്കും വൈറ്റ് ചെസ്റ്റ്നട്ട്, ഈവൻ സ്ലീപ്ലെസ്നെസ്, എന്ത് അസുഖത്തിന് ആ ഓതറിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ ബുക്ക് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ അദ്ദേഹം പറയുന്നത് വൈറ്റ് ചെസ്റ്റ്നട്ട് ഓൾമോസ്റ്റ് എല്ലാ അസുഖത്തിനും അദ്ദേഹം വൈറ്റ് ചെസ്റ്റ്നട്ട് പറയുന്നുണ്ട്. അപ്പം സ്ലീപ്ലെസ്നെസ് ആയാലും എന്ത് അസുഖത്തിനും ഗോയിറ്റർ അങ്ങനെ ഇങ്ങനെ എന്തിനും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് നമ്മുടെ റെസ്ക്യൂ റെമഡി. അപ്പൊ ഇതിങ്ങനെയാണ് ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ പോകുന്നത്. സ്വർണം വണ്ണം എപ്പോഴൊക്കെയാണോ കൺസൾട്ട് ചെയ്യുക, ഇപ്പൊ ഒരു 2 വീക്സിന് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ കൊടുത്തു വിട്ടത് അങ്ങനെയാണ്. സ്വർണം വണ്ണം ഒരു ഡോസ്, ഫസ്റ്റ് ഡോസ് അത് ചെല്ലും. പ്ലസ് അലോസ് 200 TDS, ദെൻ വൈറ്റ് ചെസ്റ്റ്നട്ട് ആൻഡ് റെസ്ക്യൂ റെമഡി പ്ലസ് നമ്മുടെ ടിഞ്ചറും. ഇപ്പൊ ടിഞ്ചറിന്റെ ഉച്ചക്കലത്തെ കട്ട് ചെയ്തു, അതിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏത് അസുഖത്തിനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും പ്രത്യേകിച്ചും അല്ലെങ്കിൽ GIT ഇൻഫെക്ഷൻസ് അല്ലെ ഡിസീസസിനെല്ലാം തന്നെ ഡയറ്റ് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും നല്ല പ്ലസ് ഞാൻ ആദ്യം ഹമാമലിസ് ഓയിൻമെന്റ് ആണ് കൊടുത്തിരുന്നെങ്കിൽ പോലും അത്രയും പെയിൻ വന്നതുകൊണ്ട് ഞാൻ സ്വിസ് ബാത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി വൺസ് ഡെയിലി കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉപ്പിട്ടാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലൻഡുല പ്ലസ് ഇച്ചിനേഷ്യ ഓയിൽ, ഉപ്പ് വെള്ളം, അത് തന്നെ ഉപ്പിട്ടെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളത്തിലാണ് ഇരിക്കേണ്ടത്. പ്ലസ് ഓയിൽ. അതിനുശേഷം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ
കലൻഡില ഓയിലും പ്ലസ് ഇച്ചിനേഷ്യ ഓയിലും കൂടി. എന്തിനാണ് രണ്ടും കൂടി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അത്രയും കൂടി സ്പീഡിൽ അങ്ങോട്ട് മാറട്ടെ എന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കി 21/10 വന്നു, 27/10 ആയപ്പോഴത്തേക്കും പേഷ്യന്റ് റിലീഫായി. ഇന്നലെ വന്നപ്പോ പറഞ്ഞു, ഞാൻ ചോദിച്ചത് എങ്ങനെയാ, അപ്പൊ ഇന്നലെയാണ് ഞാൻ ചോദിച്ചത് എന്താ ഹോമിയോപ്പതി. അത് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഹോമിയോപ്പതിയിൽ ഇങ്ങനെ മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് വന്നത്, അപ്പൊ എന്തോ ദേവൻ ഡോക്ടറുടെ അടുത്ത് നേരത്തെ അതിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അങ്ങനെ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാമെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നതാണ്. എന്നിട്ട് പറഞ്ഞ ഒരു സെന്റൻസ്, എനിക്ക് ഇത്രയും പെട്ടെന്ന് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് മാറുമെന്നും വേദനയില്ല എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു കമന്റും പറഞ്ഞിട്ടാണ് ഇന്നലെ പോയത്. അങ്ങനെ ഒരു കേസ്. പിന്നെ ഒരു കേസ്, എത്ര മണിയായി ശരി ഡോക്ടറെ? 10:10. കുഴപ്പമില്ലല്ലോ, പറയാം. പിന്നെ ഓയിലിന്റെ കാര്യം എന്താ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് പറയൂ. ഇച്ചിനേഷ്യ ഓയിലും കലൻഡില ഓയിലും കൂടി. അത് ഞാൻ ഇപ്പൊ ഓയിലൊക്കെ ഡ്രോപ്പറിലാ കൊടുക്കുന്നത് ശൈല ഡോക്ടറെ. അല്ല, ഓയില് പൈസ എന്തിനായിട്ട് ഞാൻ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, സോറി, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നല്ലതാ. ഞങ്ങളങ്ങനെ നല്ല ഇപ്പൊ നമ്മള് ഓയിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കും. അതെ. ഹമാമലിസ് ഞാൻ പറഞ്ഞില്ല ആദ്യം, ഹമാമലിസ് ഓയിന്റ്മെന്റ് ആണ് ഞാൻ കൊടുത്തത്. അത്ര റിസൾട്ട് കണ്ടതായിട്ട് തോന്നിട്ട്. അപ്പൊ പണ്ട് അതിന് നമ്മുടെ ഈ ഓയിന്റ്മെന്റ് ഒക്കെ ഇപ്പൊ ഞാൻ കൂടുതൽ ഈ ഓയിന്റ്മെന്റ് ഒക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പേഷ്യൻസിന് ഒരു ആശ്വാസം കിട്ടാനൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ അതിലും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഇപ്പം ആ കലന്റെ എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാകരുതല്ലോ. ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പറ്റില്ല. അത് സിസ് ബാത്തിന് ഇരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയും, ഒരു ഫീക്കൽ മാറ്റർ ഒന്നും ഇരിക്കാൻ പാടില്ല. കാരണം പ്രത്യേകിച്ചും ലേഡിയാണ്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മോഷന്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ അത് വജൈനയിലോട്ടോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവുമല്ലോ. അങ്ങനെ ഇപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ നാപ്കിൻ വെച്ച് രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന അത് എല്ലാ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അമ്മമാരുടെ എല്ലാം, യങ്സ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അതൊരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇടയ്ക്ക് ഇതുപോലെ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞൊരു കേസാണ്. ആ കുഞ്ഞിന് ഈക്കോളെ 55 lakhs ഈക്കോളെ എങ്ങനെ വരും ഇത്രയും ചെറിയൊരു കുഞ്ഞിന്? ഞാൻ നോക്കിയിട്ട് ഇതേ ഉള്ളൊരു പോസിബിലിറ്റി. ബോയ് ആണ് സ്റ്റിൽ എന്ന് വെച്ചാൽ നാപ്കിൻ കെട്ടി മോഷനും യൂറിനും എല്ലാം കൂടിയൊക്കെ ഉള്ളതായിരിക്കണം എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയോട് പ്രത്യേകം പറഞ്ഞു, വളരെ നീറ്റായിട്ടേ സിസ് ബാത്തിൽ ഇരിക്കാവുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു അംശം വന്നോ അത് വജൈനൽ ട്രാക്റ്റിലോട്ടോ യൂറിത്രൽ ട്രാക്റ്റിലോട്ടോ പോയി കഴിഞ്ഞ് വീണ്ടും അത് അടുത്ത ഒരു ഇൻഫെക്ഷനിലോട്ട് സാധ്യത വരരുതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. നമ്മുടെ ഇപ്പൊ ഈവൻ ഞാൻ പോലും ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ മറന്നു പോകാം ചില സന്ദർഭങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് അത്രയും ഹൈജീനിക് ആയിട്ട് ഇരിക്കേണ്ടത് കൊണ്ടാണ് അത് ഞാൻ എല്ലാം നീറ്റ് ആക്കിയിട്ട് ഒപ്പി ഉണക്കിയതിന് ശേഷം ഈ കലൻഡില ഓയിലും അത് ഒരുപാട് ഡ്രോപ്പ് ചെയ്യാൻ പറയരുത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വിരലിലെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ ഒരു പേഷ്യന്റ് ഒരു ആശ്വാസം കിട്ടും. അതിനു വേണ്ടിയിട്ട് അല്ല മെഡിസിൻ ഇല്ലാതെ നമ്മൾ ഇതുകൊണ്ട് മാത്രം യാതൊരു റിസൾട്ടും കിട്ടത്തുമില്ല. അത് വേറെ കാര്യം. ഇപ്പൊ ഇനി വേറൊരു കേസ് പറയാം. അത് പൊതുവെ പണ്ടൊക്കെ നമുക്ക് ഈ ടീനിയ ചികിത്സിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇപ്പൊ ഈയിടെയായിട്ട് ഞാൻ ഏതോ ക്ലാസ്സുകളിൽ തന്നെ ഞാൻ കേട്ടു വളരെ പാടായിരുന്നു. അപ്പൊ അതെനിക്കൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു. എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അത് പിന്നെ അലോപ്പതി പോവുകയും ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി വീണ്ടും പെൺകുട്ടിയല്ല, ആ ലേഡി വീണ്ടും തിരിച്ചു വന്നു എൻ്റെ അടുത്ത് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ. അപ്പൊ ഇപ്പൊ എന്താ, സിട്രിസിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തോ അവർക്ക് സിട്രിസിൻ കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടായിരുന്നു കാണും എന്തായാലും. അപ്പൊ ആ ഒരു ഫെയിലിയർ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വലിയ സങ്കടമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മുമ്പേ ഞാൻ പറയുമോ ഇതെന്തോ പുഴുക്കടിയല്ലേ, ടീനിയല്ലേ, നമുക്ക് ചികിത്സിക്കാം, പെട്ടെന്ന് മാറും എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ ഏതോ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടപ്പോ എനിക്കൊരു ഇച്ചിരി സമാധാനമായി. എല്ലാവർക്കും അങ്ങനെയല്ല, സന്തോഷമല്ല, എന്നാലും അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പം ടീനിയൊക്കെ ചികിത്സിക്കാൻ എന്നുള്ളത് കൊണ്ട് ഞാനും കുറച്ച് ഗൗരവമായിട്ട് തന്നെ എടുത്ത്. ദേഹം മൊത്തം ഞാനൊന്ന് കേസ് എടുത്തോട്ടെ. ദേഹം മൊത്തം പുഴുക്കടിയാണ് അതിന്റെ എല്ലായിടവും. അത് കുറച്ച് പുഴുക്കടിയായിട്ട് വന്നു. അലോപ്പതി മെഡിസിൻ ഒക്കെ കഴിച്ചറിയാമല്ലോ. അലോപ്പതി മെഡിസിൻ എല്ലാം കഴിച്ച് എല്ലാം പ്രശ്നമായി, അങ്ങേ അറ്റമായി, ഒട്ടും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ അടുത്ത് വന്നത്. 21/7 ജൂലൈയിലാണ് വന്നത്. അപ്പം ഈ അത് വലിയൊരു ഫെയിലിയർ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആ ലേഡി എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടിയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു കേസ് ഫെയിലിയർ ആയിപ്പോയി. ഞാൻ അത്യാവശ്യം ബാസിലിനും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തതെങ്കിലും
അത് ഫെയിലിയർ ആയതിന്റെ ഓർമ്മയുള്ളത് കൊണ്ട് ഇനി ഒരു ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ആ ഫെയിലിയർ ആകരുത് എന്നുള്ളൊരു വാശിയും കൂടെ നമുക്ക് മനസ്സിലുണ്ടല്ലോ. പിന്നെ കൂടുതൽ റെഫർ ചെയ്തൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ പെൺകൊച്ചി വന്നപ്പോ ഇതിനൊരു 28 വയസ്സേ ഉള്ളൂ, 26 വയസ്സേ ഉള്ളൂ. അപ്പൊ വന്നപ്പോ ഞാൻ അപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് പറയും, പ്ലസ് സോപ്പ് ഉപയോഗിക്കുന്ന സോപ്പിൻ്റെത് പറയും, കുളിക്കുന്ന രാവിലെ തന്നെ കുളിക്കണം, ഇന്നർവെയേഴ്സ് പോലും കോട്ടണേ ഉപയോഗിക്കാവുള്ളൂ. ഈവൻ നമ്മൾ ഇന്നർവെയർ ഉപയോഗിക്കുമ്പം പിന്നെ പാൻറ്റീസ് ഉപയോഗിക്കുന്ന ഞാൻ പറയുന്നത് എപ്പോഴും തിരിച്ച് ഇടണം എന്ന്. അതായത് ആ സ്റ്റിച്ച്ഡ് പോർഷൻ വന്നിട്ട് ആ സോർനെസ് ഒന്നും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതുവരെ അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ പറയാറ്. ഡയറ്റിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ പറയുകയും ചെയ്യും. ഉപ്പ് എണ്ണ ഒക്കെ കുറയ്ക്കാൻ പറയും. എനിവേ എന്തായാലും ഞാൻ ആ ബാസിലിനെ വണ്ണമാണ് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ മറ്റേ ഫെയിലിയർ ആയ കേസിലും ഞാനതൊക്കെ കൊടുത്തെങ്കിലും പിന്നെ ഞാനൊന്ന് കേസ് എടുത്തൊക്കെ നോക്കി. ഇനി അത് എവിടെയാണ് എനിക്ക് പിഴവ് പറ്റിയെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായില്ല. എന്തോ കുറഞ്ഞു വന്നത് ആ കുട്ടി അവരൊന്ന് തൃശ്ശൂര് വരെ യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും വല്ലാതെ കൂടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ബാസിലിനെ വണ്ണം കൊടുത്തിട്ട് ഭയങ്കര ചൊറിച്ചിലും, ദേഹം മൊത്തം ബാക്കില്, വയറില്, കാല്, അങ്ങനെ കാലിലും കയ്യിലും എല്ലാം. കയ്യിൽ മാത്രം അത്രയില്ല, പക്ഷെ ആ കവേർഡ് പോർഷൻസിലെല്ലാം അതറിയാലോ, കവേർഡ് പോർഷൻസിലാണല്ലോ കൂടുതൽ. അണ്ടർ ആംസ് എല്ലായിടും ഭയങ്കര സിവിയർ ആണ്. ഇൻഗ്വിനൽ ഏരിയയിലും ഒക്കെ മൊത്തം ടോട്ടൽ ആണ്. ഞാൻ എന്തായാലും അതൊക്കെ റെഫർ ചെയ്തും പഠിച്ചും ഒക്കെ വെച്ചിരുന്നത് കൊണ്ട് ടെലൂറിയം നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട്. പണ്ടും കിട്ടിയിട്ടുള്ളതാണ്, പക്ഷെ ഇടയ്ക്ക് വെച്ച് എപ്പോഴോ അതിന്റെ ഒരു കണക്ഷൻ പോയി. ടെലൂറിയം 200, സെപ്പിയ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് കൊടുത്ത് റെസ്വെനിനേറ്റ, റെസ്റ്റോക്സ് ആയിരുന്നു ആദ്യം ഞാൻ കൊടുക്കുന്നത്. പിന്നെ എപ്പോഴോ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചൊറിച്ചില് കൂടുതലായിട്ട് വരുന്നതിന് റെസ്വെനിനേറ്റ വളരെ നല്ലത്. റെസ്വെനിനേറ്റ അതിന് മാത്രമല്ല, നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്, തക്കാളിപ്പനിക്ക്, അതിനും ഞാൻ ഇപ്പം എനിക്ക് നോക്കിയിട്ട് റെസ്റ്റോക്സിനെക്കാട്ടി കൂടുതൽ റെസ്വെനിനേറ്റ കൊടുക്കുമ്പോഴാണ് കുറെ കൂടി കൂടുതൽ ആക്ഷൻ ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടും ഞാൻ ഇത് ടെലൂറിയം 200, സെപ്പിയ 200, റെസ്വെനിനേറ്റ കൊടുത്തു. അപ്പൊ ഓയിൻമെന്റ് എന്തോ ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അതെന്റെ ഒരു ഇപ്പൊ എനിക്ക് ഇങ്ങനെയാണ്, കലൻഡുല ഓയിലും ഇച്ചിനേഷ്യ ഓയിലും. നമ്മള് ഭാഗ്യലക്ഷ്മി ഡോക്ടർ അല്ലേ ഒരു MCH എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെന്ന്, മിറിസ്റ്റിക്ക കലൻഡുല ഹൈഡ്രാസ്റ്റിസോ അതേതോ ഒരു ഇൻഫെക്ഷനോ എന്നിട്ട് ഒരു അൾസറിനോ മറ്റോ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. MCH എന്നാണ് മാഡം പേരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ ഏകദേശം ഇതിനിങ്ങനെ ഇപ്പൊ ഈ ഒരു കേസ് എന്നല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ടീനിയ ഇപ്പൊ എനിക്ക് 3-ലധികം കേസുകൾ ഇപ്പൊ ഓൺഗോയിങ് ആണ്. എല്ലാം ടോട്ടൽ ആണ് വെസിക്കോളാർ തന്നെ, അല്ലാതെ ക്രൂറിസ് അങ്ങനെയുള്ളതല്ല. അതെല്ലാം തന്നെ ഈ ഒരു ഏകദേശം ഈ ഒരു വേണമെങ്കിൽ ഒരു പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട്. അതായത് കലൻഡുല ഓയിലും എച്ചിനേഷ്യ ഓയിലും അത് ടോട്ടലി മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത്. ഒരു 15 ml ഡ്രോപ്പറിൽ എടുത്താൽ ഹാഫ് ഇട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് കൊടുക്കും. പക്ഷെ ഓയിൽ കൊടുക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും, ചില ഇങ്ങനെ ചുമ്മാ ഡ്രോപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ ഡ്രോപ്പ് ചെയ്യരുത്. നമ്മുടെ വിരൽത്തുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ ആ വിരൽത്തുമ്പിലും കാണരുത്, അപ്ലൈ ചെയ്യുന്ന പോർഷനിലും കാണുന്ന വളരെ നൈസായിട്ടേ ഇടാവുള്ളൂ എന്ന് പറയണം. 2 എഫക്റ്റ് ആണ്. കാരണം ഒന്ന്, ഈ ചൊറിച്ചില് കാരണം നമ്മളാണെങ്കിലും ചൊറിഞ്ഞു പോകും. എത്ര തൂത്താ മതി എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് നടക്കത്തില്ല. അപ്പൊ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യും. പ്ലസ് പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഇട്ടല്ലോ. പിന്നെ നമ്മുടെ മെഡിസിന്റെ ആക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് 21/7 വന്നു, മെഡിസിൻ ഇത് കൊടുത്തു. പിന്നെ വീണ്ടും 5/8 വന്നു മെൻസസ്. അപ്പം പെൺകൊച്ചി പറഞ്ഞൊരു കാര്യം, പീരീഡ്സ് ആകുമ്പോ ഇതങ്ങ് വർദ്ധിക്കുന്നെന്ന് പറഞ്ഞ്. അത് ഞാൻ എന്തായാലും കുറവുണ്ട്, ഫെയ്ഡ് ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ വീണ്ടും ഞാൻ ഒന്നും ചേഞ്ച് ചെയ്യാൻ പോയില്ല, റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു. ഓരോ നേരമാണ് കൊടുക്കുക. ടെലൂറിയൻ രാവിലെ, സെപ്പിയ ഉച്ചയ്ക്ക്, റെസ്വിനിനേറ്റ രാത്രി. ആ രീതിയിൽ 200 ആണ് കൊടുത്തത്. മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ. 5 ml മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 വീക്സിന് കാണും. അപ്പൊ അത് കഴിഞ്ഞ് വന്നു, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് 1, 2, 3, 4 പ്രാവശ്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നല്ല കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ആദ്യം കൊടുത്ത ഓയിൽ അങ്ങനെ ഇരിക്കുക, കാരണം അതൊരു കൂടുതലും ദിവസത്തേക്ക് കാണുമല്ലോ. 15 ml അല്ലേ കൊടുത്തത്. അത് കഴിഞ്ഞപ്പം അപ്പൊ എനിക്കും തോന്നി ഇത് ഇങ്ങനെ ആയാലും പറ്റത്തില്ലല്ലോ, ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കേസൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒരു ദിവസം ഒരു 4ാമത്തെ വിസിറ്റ് ആയപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചപ്പോൾ ആ കുട്ടി വീണ്ടും പറയുന്നത് നല്ല കുറവുണ്ട് ഡോക്ടറെ, പക്ഷേ അപ്പൊ എനിക്കത് പോരാ, ഞാൻ തൃപ്തിയല്ല.
കാരണം മെൻസസ് ആകുമ്പോ കൂടും. ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ, ഒന്നും കൂടി ഒന്ന് കഥയൊക്കെ ചോദിച്ചു. അപ്പൊ സെപ്പിയയ്ക്ക് ഞാനൊന്ന് റെഫർ ചെയ്തപ്പോ സെപ്പിയയ്ക്ക് ഉണ്ട് അഗ്രവേഷൻ, എന്നാലും സെപ്പിയ മാത്രം മതിയോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ചോദിച്ചപ്പം അപ്പം പ്രഗ്നൻസിയുടെ കാര്യമൊക്കെ പറഞ്ഞ് അന്നേരം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് ഇതുപോലെ ഒരു കുട്ടിയാണുള്ളത്, സെക്കൻഡ് ഒരു പിന്നെ കേസ് ഇതായി, സോറി പ്രഗ്നന്റ് ആയി, അവരറിഞ്ഞില്ല, അങ്ങനെ മിസ്സാകുകയോ ഒക്കെ ചെയ്ത് അബോർഷൻ ആവുകയോ അങ്ങനെ എന്തോ ഒന്ന് ചെയ്തപ്പോഴ് അതിന് ഇൻട്രായൂട്രൈൻ റിട്ടാർഡ് ഗ്രോത്ത് ആയിരുന്നു, IURG ആയിരുന്നു. അങ്ങനെയാണ് അതിനുശേഷമാണ് ഈ കംപ്ലൈൻസ് വന്നതെന്നൊരു സെന്റൻസ് പറഞ്ഞു. അപ്പൊ വീണ്ടും എന്താണ് ഞാൻ പോയി ചിന്തിച്ച് നമ്മുടെ സിക്കിളിക്കോറിൽ പോയി നിന്ന്, കാരണം നമ്മൾക്ക് ഓരോ അനുഭവങ്ങളല്ലേ. ആ സിക്കിളിക്കോർ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, അതായത് അറസ്റ്റഡ് ഫീറ്റൽ ഡെവലപ്മെന്റ് എന്നുള്ള ഇതിന് നമ്മൾ സിക്കിളിക്കോർ നമ്മൾ റഡാറിൽ കാണുകയും ചെയ്തു. എനിക്ക് 1, 2, 3 കേസുകൾ ഇപ്പോഴുള്ള കേസുകൾ പോലും, അത് ഈ കേസുകൾ പറയുന്നത് ഇപ്പോഴത്തെ പ്രാക്ടീസിലാണ്, സർവീസിൽ വേറെ. അപ്പം ഈ കേസുകൾ എനിക്ക് എക്സ്പീരിയൻസ് തരികയും ഈ 2 കേസുകൾ അബോർഷനായി കുട്ടിയെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ കേസിൽ പോലും നമ്മൾ സിക്കിളിക്കോർ 30 കൊടുത്താണ് ഫീറ്റൽ ഹാർട്ട് ബീറ്റ് ഒക്കെ വന്ന് ആ കുട്ടി നല്ല നല്ല മിടുക്കിയായിട്ട് ഒരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് സിക്കിളിക്കോർ എനിക്ക് ഭയങ്കര ധൈര്യം തന്നൊരു മെഡിസിൻ ആണ്. അപ്പൊ ഈ കംപ്ലൈൻസ് ആഫ്റ്റർ അബോർഷൻ, അത് അബോർഷൻ ഉണ്ടായതിന്റെ റീസൺ ഇൻട്രായൂട്രൈൻ റിട്ടാർഡ് ഗ്രോത്ത് ആയതുകൊണ്ട് ഞാൻ വീണ്ടും സിക്കിളിക്കോറിൽ തന്നെ പോയി. സിക്കിളിക്കോർ 1 ഞാൻ 3 ഡോസ് കൊടുത്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന അന്ന് രാത്രി ഒരു ഡോസ് കഴിക്കാൻ പറഞ്ഞു, നെക്സ്റ്റ് ഡേ രാവിലെ ഒരു ഡോസ്, രാത്രി ഒരു ഡോസ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ആ ടെലൂറിയം പിന്നെ സെപ്പിയ റെസ്വിനിനേറ്റർ റിപ്പീറ്റ് ചെയ്ത് വിട്ടു. എപ്പോഴാണോ നമ്മൾ ആ സിക്കിളിക്കോർ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ആ കൊച്ചു പറഞ്ഞത് മെൻസസ് സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് നല്ലതുപോലെ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു 6-ാം തീയതി വന്നു. നല്ല ഇതായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. നല്ല കുറവുണ്ട്, എന്നാലും ഇപ്പോഴും ഉണ്ട്, അതിന്റെ അടയാളങ്ങളെല്ലാം ഉണ്ട്. ഇനി ഒരു കേസ് കൂടെ പറയട്ടെ, എങ്ങനെയായി? 20 10-20 പറയണോ? സമയമുണ്ടോ? ചെറിയൊരു കേസ്, 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ, അതായത് ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്കറിയാം, നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അറിയപ്പെടുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രാക്ടീസിനെ അത് സഹായിക്കുവേ. അപ്പോ ഇതൊരു കേസ്, ഒരു 20 വയസ്സുള്ള ഒരു മോനാണ്. ആ മോൻ പഠിക്കുന്നത് ഇവിടെ നമ്മുടെ ഡൽഹിയിലാണ്, മോട്ടിലാൽ നെഹ്റു കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഫാമിലി മൊത്തം നമ്മുടെ പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പം അതിന് ആദ്യം ഇതുപോലെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് വന്ന് ഞാൻ മരുന്നൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു, അവിടെ പോസ്റ്റിൽ അയച്ചു കൊടുത്തു, ഞാൻ തന്നെ അയച്ചു കൊടുക്കും. അപ്പൊ എനിക്കും സന്തോഷമാണത്. അപ്പൊ അയച്ചെല്ലാം കൊടുത്ത് അങ്ങനെ ആ ഗ്യാസ്ട്രൈറ്റിസ് മാറി. ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ളൊരു കാരണമുണ്ട്, ഈ പയ്യൻ ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ്. രാത്രി 2 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ എങ്ങനെയാ ഗ്യാസ്ട്രൈറ്റിസ് വരാതിരിക്കുന്നത്? എങ്ങനെ തന്നെയല്ല, ഇതിന്റെ ഈവനിങ് ക്ലാസ്സിലാണ് അത് പോകുന്നത്. അപ്പൊ ആകപ്പാടെ എന്റെ ടൈം ടേബിൾ ഒക്കെ തെറ്റി, എന്നിട്ട് രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് വളരെ വൈകിയൊക്കെയാണ് ഉണരുന്നത്. അപ്പൊ അങ്ങനെ ആയപ്പോഴാണ് അതൊരു കോഴ്സ് കൊണ്ട് തന്നെ മാറി. ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു, മോനെ ഇങ്ങനെ ആയാൽ പറ്റത്തില്ലെന്ന്. എന്റെ വഴക്കും മരുന്നും നമ്മുടെ മരുന്നും എല്ലാം കൊണ്ട് അത് ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ എനിക്ക് അതിന്റെ പെങ്ങളാണ് വിളിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞ് ഭയങ്കര പെയിൻ ആണ് പറഞ്ഞ്. അപ്പം ഞാൻ ആദ്യമൊന്നും ഓർക്കുന്നില്ല എന്താണെന്ന്, പെയിനിന്റെ കാര്യം എന്തോ പറഞ്ഞാണെന്തോ, അല്ലല്ല ഭയങ്കര ഉഷ്ണം ആണല്ലോ ഡൽഹിയില്. അപ്പൊ ആ സമയത്താണ് വിളിച്ചത്. അപ്പൊ ഞാൻ മരുന്ന് അയച്ചു കൊടുത്തു, നേട്രം കാർബ്, നേട്രമൂർ 6X, നേട്രം കാർബ് എല്ലാം കൊടുത്തെല്ലാം. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ പറഞ്ഞായിരുന്നു ഇതുപോലെ യൂറിൻ പോകാനുള്ള ബുദ്ധി. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ നേട്രമൂറും എപ്പിസും കൂടി കോംപ്ലിമെന്ററി ആണല്ലോ. അപ്പം പിന്നെ എപ്പിസ്, നേട്രമൂർ, നേട്രം കാർബ് ഇങ്ങനെയാണ് കൊടുത്തു വിട്ടത്, അയച്ചു കൊടുത്തു. അത് അവിടെ ചെല്ലുന്നതിന് മുമ്പേ പ്രശ്നമായി. എന്നുവെച്ചാൽ ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ 4, 5 ചിലപ്പോൾ 6 ദിവസം എടുക്കാറുണ്ട്. ഞാൻ സ്പീഡിൽ ആണ് അയക്കാറ്, എങ്കിലും അത് എടുത്തു. അപ്പൊ മെഡിസിൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ മോന് ഭയങ്കര നടുവേദന. അപ്പോഴും ഞാൻ സംശയമില്ലാൻ പറഞ്ഞു, അത് അത്രയും നടുവേദന വരണമെങ്കിൽ അത് സ്റ്റോൺ തന്നെയാണ്, അല്ലാതെ രക്ഷയില്ല.
അല്ല രക്ഷയില്ലെന്നല്ല, അത് തന്നെ എന്ന് ഡയഗ്നോസ് ഞാൻ ചെയ്ത് പറഞ്ഞു വെള്ളം കുടിക്കുക അങ്ങനെ. അപ്പൊ ഈ പയ്യൻ ഒറ്റയ്ക്കായതുകൊണ്ടും ഒക്കെ ബുദ്ധിമുട്ട്, എങ്കിലും അത് ഒരുവിധമൊക്കെ മാനേജ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചൊക്കെ ഇരിക്കുന്നെങ്കിലും വേദന അസഹനീയമായ വേദനയാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആ കുട്ടിയുടെ പേരൻസുമായിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, ഞാൻ പിന്നെ വാട്സാപ്പിൽ അതൊക്കെ അയച്ചു കൊടുത്തു. അപ്പം സംഭവം എന്താന്ന് വെച്ചാൽ ഈ കുട്ടി സെം എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. സെം എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആ പ്രൊഫസേഴ്സ് പറഞ്ഞു വിട്ടത് ഇങ്ങനെയാ, ലീവ് നീ വേണമെങ്കിൽ ലീവ് എടുത്തോ, പക്ഷെ ഇനി ഈ അസുഖമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് ലീവ് വേണമെന്ന് പറഞ്ഞ് വരരുത്, അങ്ങനെ ഒരു ഭീഷണിയും പറഞ്ഞാണ് വിടുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ സ്കാൻ ചെയ്തു. അപ്പൊ ആ കുട്ടി അവിടെ സ്കാൻ ചെയ്തു, ഞാനിതെല്ലാം നമ്മളെല്ലാം റിക്വസിഷൻ എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. സ്കാൻ ചെയ്തപ്പം വെറും 2 mm ഉള്ളൂ, പക്ഷേ കൊച്ചിന് ഭയങ്കര പെയിൻ. കാര്യം എന്താ, ഓക്സലേറ്റ് ആയിരുന്നു, കാൽസ്യം ഓക്സലേറ്റ് നമ്മളുടെ ഒരു ഇതിന് യൂറിനിൽ അത് എന്നുവെച്ചാൽ അത് പൊടിയുന്നുണ്ട്. ഓക്സലേറ്റ് കാണുകയും ചെയ്ത് RBC ഉണ്ട്, പസൽസ് 30 to 35 അങ്ങനെ പ്രശ്നം. സംഭവം 2 mm ഉള്ളെങ്കിലും ആ മോനെ അത് വല്ലാതെ ഇട്ട് കഷ്ടപ്പെടുത്തി. അപ്പൊ എന്തായാലും അങ്ങനെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പിന്നെ ഇങ്ങ് വരട്ടെ. ഞാൻ പറഞ്ഞു 2 mm ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഇത് സംഭവം വളരെ ഈസി ആയിട്ട് പോകും. പക്ഷെ ഈ പയ്യൻ അവിടെ ഒറ്റയ്ക്ക് വേണം, ഇതിന്റെ ഭക്ഷണ രീതി ശരിയാകത്തില്ല, തന്നെയല്ല വല്ലാതെ വേദനയും. അത് ഇങ്ങ് വന്നു, എന്തായാലും ഒരു ദിവസം ഇങ്ങ് വന്ന്, എന്നാൽ 29/9 പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് എന്നെ കണ്ടത്. അപ്പൊ ഞാന് നമ്മളുടെ ലൈക്കോപോഡിയം അല്ല, അതിന് മുമ്പ് തന്നെ എപ്പിസ് ഒക്കെ കൊടുത്തിരുന്നല്ലോ. അപ്പൊ ലൈക്കോപോഡിയം 200 കൊടുത്തു, ബെർബെറിസ് വൾഗാരിസ് ടിഞ്ചറും ബ്രയോഫൈലം ടിഞ്ചറും കൂടാണ് കൊടുത്തത്. കാരണം ബ്രയോഫൈലം ടിഞ്ചറിന്റെ വെണ്ണുവിന് ഭയങ്കര പെയിനിന് വളരെ നല്ലതാ. പ്ലസ് അതിന്റെ കൂടെ ഞാൻ പിന്നെ അന്ന് ഞാൻ കൊടുത്തില്ല, രണ്ടാമത്തെ വിസിറ്റിൽ വന്നപ്പോൾ ഞാൻ ഹൈഡ്രാഞ്ചിയ കൂടെ കൊടുത്തു. ഹൈഡ്രാഞ്ചിയ ബെർബെറിസ് വൾഗാരിസ് ടിഞ്ചർ പ്ലസ് ഹൈഡ്രാഞ്ചിയ ടിഞ്ചർ ലൈക്കോപോഡിയം 200 കൂടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ വേദനയുണ്ട് ആ കുട്ടിക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ്, ഭക്ഷണം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ അങ്ങ് പിടിച്ചു. കാരണം ഈ പ്രൊഫസേഴ്സ് പറഞ്ഞു വിട്ടത് എന്താ, തന്നെയല്ല ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുകയും ചെയ്യണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഓൾറെഡി ഇഷ്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ട് ഇല്ലാതെ, സ്കാൻ ചെയ്ത റിപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. 2 mm ഉള്ളെങ്കിൽ ഇവൻ ചാടി പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ അല്ല, ഒരു ആകാംക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഭയങ്കരമായിട്ട് ഞാൻ ഡയറ്റ് സ്ട്രിക്റ്റ് ആക്കി പറഞ്ഞു, നോണൊന്നും കഴിക്കണ്ട, വെള്ളം ധാരാളം കുടിക്കണം, അങ്ങനെ പറഞ്ഞ് എന്തായാലും കൊള്ളാം. വീണ്ടും ഞാൻ ചെക്ക് ചെയ്യുമ്പോ വേദന മാറി. ഒരു ദിവസം ഈ കുട്ടി വരുന്നത് കണ്ടാല് ഭയങ്കരമായിട്ട് അങ്ങ് അവശനായിട്ട് അങ്ങ് വരുന്നത്. അത്രയും പെയിൻ കണ്ടപ്പോ ഞാന് ആർണിക്ക ഒന്ന് കൊടുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആരും തന്നെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. ആർണിക്ക 30 കൊടുത്തു. വീണ്ടും ആർണിക്ക 30ക്ക് വേറൊരു ഇതുകൊണ്ട്, ഈ യൂറിൻ പസൽസ് നമ്മള് റഡാറിലെ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആർണിക്ക പസൽസിന് വളരെ നല്ലതാ. തന്നെയല്ല RBC ഉണ്ടായി, ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായി, അതെല്ലാം കൂടി കൊണ്ട് ആണ് ആർണിക്ക 30 ഞാൻ കൊടുക്കുകയും തന്നെയല്ല അതിന്റെ വിസിബിൾ ആയിട്ട് തന്നെ ആ കുട്ടിക്ക് ആ വേദന കാണിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആർണിക്ക 30 പ്ലസ് വീണ്ടും നമ്മുടെ ടിഞ്ചേഴ്സ്, ഹൈഡ്രാഞ്ചിയ ടിഞ്ചർ, ബെർബെറിസ് വൾഗാരിസ് ടിഞ്ചർ കൊടുത്തു. അതിന്റെ കൂടെ ഞാൻ വീണ്ടും പസൽസ് ഒരു കാരണവശാലും കുറയുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇത്രയും വെള്ളവും കുടിക്കുന്നുണ്ടെങ്കിലും വീണ്ടും എങ്കിലും 30 to 35 എന്നുള്ളത് 20 to 25 ആയി. എന്നാലും നില്ലാകണ്ടേ അത്. അപ്പൊ ഞാൻ മെഡോർണം വണ്ണം ഒരു ഡോസ് കൊടുത്തു. മെഡോർണം വണ്ണം എനിക്ക് അത് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. മെഡോർണം വണ്ണം, തൂജ വണ്ണം, ഈക്കോളെ വണ്ണം, ഇത് 3ഉം കൂടി ഞാൻ ചില കേസിൽ റിപ്പീറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് മാറുന്നുണ്ട്. അതായത് മാറും. എന്നാലും എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഇതിപ്പം നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ഈ കുട്ടിയെ വിടുകയും വേണം. തിരികെ വിത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ. എനിക്ക് ഒന്നും ചെയ്യാനില്ല, പനി മാറിയതുപോലെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അത് സ്കാനിങ് റിപ്പോർട്ടും യൂറിന്റെ RE റിപ്പോർട്ടും ഒക്കെ അതുകൂടി അറ്റാച്ച് ചെയ്തല്ലേ എനിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മെഡോർണ വണ്ണം, തൂജ വണ്ണം, ഈക്കോളെ വണ്ണം ഞാൻ കൊടുത്തു, രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള രീതിയിൽ. ഈ പസൽസ് ഇത്രയും അപ്പോഴത്തേക്കും വേദന മാറി ഈ പയ്യന്. ഈ അത് കൊടുത്തു വന്നപ്പോ തന്നെ നെക്സ്റ്റ് റിപ്പോർട്ടിൽ തന്നെ 10 to 12 ആയി വീണ്ടും. അപ്പൊ ഞാൻ ഹൈഡ്രാഞ്ചിയ വേദന അങ്ങ് മാറിയെന്ന് ഇപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു. ഞാൻ വിട്ടുപോയൊരു കാര്യം, ലേഡീസ് എല്ലാവരും തന്നെ യൂറിനേഷൻ ഒരു പോസ്റ്റർ ഉണ്ട്, എപ്പോഴും ഓൾവേസ് സിറ്റിംഗ് പോസ്റ്റർ ആണ്. അതേസമയം ജെന്റ്സ് അങ്ങനെയല്ല. പക്ഷെ ഒരു റീനൽ സ്റ്റോൺ ആയിട്ട് വരുന്ന ഒരു മെയിൽ പേഷ്യന്റിനോട് ഞാൻ എപ്പോഴും
ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് ഇരുന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യാവുള്ളൂ എന്ന്. കാരണം എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ കാരണം തലകറക്കം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞങ്ങള് അങ്ങനെ തന്നെ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. എനിവേ എന്തായാലും പയ്യന് വേദന അങ്ങ് മാറി. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും പസൽസിൽ മാത്രം ഫോക്കസ് ചെയ്ത്, അത് മാത്രമല്ലെങ്കിലും ബെർബറിസ് വൾഗാരിസ് ഞാൻ മാറ്റിയില്ല. ബെർബറിസ് വൾഗാരിസിന്റെ കൂടെ ഞാൻ യുവ ഉർഷിയും കൂടി കൊടുത്തു. ഒരു എന്നായിരുന്നു 29/9 വന്നു. ഒരു 17/10 ആയപ്പോ കൊച്ചിനെ പറഞ്ഞു വിട്ട് സ്കാൻ ചെയ്ത് നോക്കി. സ്കാന് സ്റ്റോൺ ഇല്ലാന്ന് കണ്ടു. എന്തായാലും അങ്ങനെ ആളിനെ പറഞ്ഞു വിട്ടു. അത് ഒരു കേസ്. അതെന്ന് വെച്ചാൽ 2 അമ്മമ്മേ ഉള്ളെങ്കിലും നമ്മള് പ്രൊഫസർമാരിങ്ങനെ പറഞ്ഞു വിട്ടപ്പോ പിന്നെ നമ്മള് ശ്രദ്ധയോടെ വിടണ്ടേ. അങ്ങനെ ഒരു കേസ്. ഓക്കെ ഡോക്ടറെ, നമ്മളെ സമയവും അവസാനിച്ചു ഏകദേശം. സമയം ഇനി 1 മിനിറ്റേ ഉള്ളൂ. കേസ് അത് കംപ്ലീറ്റ് ആയില്ലേ? ഇത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള കേസുകളുമായിട്ട് ഇനിയിപ്പോ ചർച്ചയ്ക്ക് സമയമില്ല. അടുത്തൊരു ദിവസം കുറച്ച് കേസുകളും കുറച്ചുകൂടി നമുക്ക് നേരത്തെ നിർത്തി ഡിസ്കഷനിലേക്ക് കൂടെ കിടക്കാം. ഇനി സമയം വളരെ കുറവാണ്. എന്തായാലും പ്രസന്റ് ചെയ്ത കേസുകളെല്ലാം വളരെ മനോഹരമായിരുന്നു, ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കേസുകളായിരുന്നു. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമില്ല, ക്ഷമിക്കുക. അപ്പോൾ വളരെ നല്ല ക്ലാസ് ആണ് ഇന്ന് ഡോക്ടർ എടുത്തത്. വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ജയലളിത ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ, എന്തായാലും രാജേശ്വരി ഡോക്ടറിന്റെ സെഷൻ നന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു കഥ പറയണ പോലെ അവിടെ ഇരുന്ന് കേൾക്കാം. A to Z വരെ ഫുള്ള് എന്തുകൊണ്ട്, എന്താണ് കാരണം എല്ലാം വിശദമായിട്ട് തന്നു. പല കേസുകളും പറഞ്ഞു തന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ. എന്നാലും മതിയായില്ല. വീണ്ടും ഇതുപോലെ തന്നെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ IAPHന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു മാ. നന്ദി. ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് രാജേശ്വരി ഡോക്ടർ അതിവേഗം തന്നെ വരണം. അന്ന് നമുക്ക് ആർക്കെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ നമുക്ക് സമയം കൊടുക്കാം. ഇന്ന് നമ്മുടെ 1896 ദിവസത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുവാൻ സമയമായി. രാജേശ്വരി ഡോക്ടർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.